ഓരോ ദിവസവും കസേരയിൽ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഞാനൊരു AK ആൻ്റണിയാണ്, ഞാൻ എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോവും. പക്ഷെ പിന്നീട് AK ആൻ്റണി ഇറങ്ങാണ്ട് നിന്നു കുറേ കാലം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പഴയ AK ആൻ്റണിയാണ്. ഏത് നിമിഷവും ഇന്ന് ഞാനിവിടെ കസേരയിലേക്ക് നാളെ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. കാരണം എനിക്ക് അങ്ങനത്തെ ആ കസേരയിലെ ഇരിപ്പ് ഭരണം ഇഷ്ടപ്പെട്ടിരുന്നില്ലേ. മാർപ്പാപ്പന്മാരിലെ ജോൺ പോൾ ഒന്നാമൻ 33 ദിവസമാണ് മാർപ്പാപ്പയായിരുന്നുള്ളൂ, പിന്നെ മരിച്ചു. അത് കൊന്നതാണെന്നാണ് പറയുന്നത്. ഹി വാസ് പോയ്സൺഡ്. തലേ സപ്പറിൽ ആൾ എല്ലാവർക്കും ട്രാൻസ്ഫർ ലിസ്റ്റൊക്കെ പറഞ്ഞു. അവിടെ നേരെയാക്കാൻ ആ ഫൈനാൻസുമെന്ന് തൊട്ടു. ഫൈനാൻസിൻ്റെ കുത്തകക്കാരായിട്ടുള്ളവർക്കൊക്കെ ട്രാൻസ്ഫർ വെച്ചു. ആ ട്രാൻസ്ഫർ ലിസ്റ്റ് രാത്രി വായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആ ട്രാൻസ്ഫർ ലിസ്റ്റ് മടിയിൽ വെച്ച ആൾ മരിച്ചിരിക്കുക. ഫ്രാങ്കോ ബിഷപ്പിൻ്റെ പ്രശ്നത്തിൽ ഈ സിസ്റ്റേഴ്സിനെ വായടപ്പിക്കാൻ 1 ഏക്കർ ഭൂമി തരാമെന്നും വേറൊരു മഠം ചെയ്തോളാൻ പറഞ്ഞതും ഒരു CMI ഫാദറാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് നമ്മുടെ ആൾ ഫ്രാങ്കോ പറഞ്ഞിട്ടായിരിക്കും എന്ന് ചർച്ചയിൽ വന്നപ്പോൾ ഒരിക്കലും അല്ല, ഫ്രാങ്കോ അറിഞ്ഞിട്ട് പോലും, ബിഷപ്പ് ഫ്രാങ്കോ അറിഞ്ഞിട്ട് പോലും ഇല്ല, ഈ CMI അച്ഛൻ്റെ ഔദാര്യമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ അച്ഛന് ഈ 1 ഏക്കർ ഭൂമി എവിടെ നിന്നാണ്? കന്യകാമാതാവ് ഞങ്ങളിങ്ങനെ മേപ്പെട്ട് കയറ്റി വെച്ചിട്ടുണ്ടെന്ന്, മരിച്ചുപോയ മാതാവിനെ മേപ്പെട്ട് കയറ്റി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ സ്ത്രീകളെ മാനിക്കുന്നവരല്ലേ തിരുസഭ? എന്തൊരു ഇങ്ങനെ സെൻസില്ലാത്ത സംസാരങ്ങൾ. ഇത് കേട്ടിട്ട് അയ്യോ പിതാവ് പറഞ്ഞു എന്ന് പറയാനുള്ള കുറേ വിഡ്ഢിക്കുഷ്മാണ്ഡങ്ങൾ. അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നറിയില്ല. എൻ്റെ വീടടക്കം പള്ളിയുടെ അടിമയാണ്. ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 80% കാത്തലിക്സ് എന്നോടൊപ്പം ഉണ്ടായിരുന്നു, ഉള്ളുകൊണ്ട്. അവരൊക്കെ എന്നെ വഴിയിൽ വെച്ചൊക്കെ എക്സിബിഷൻ സ്റ്റോളിലൊക്കെ കാണുമ്പോൾ ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കൂടെ. ഞങ്ങളൊക്കെ കാത്തലിക്സാണ്, പക്ഷെ പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ്. പള്ളിയിൽ പോകുന്നുണ്ട്, എന്നാലും ഞങ്ങൾക്കറിയാട്ടോ ഞങ്ങളൊക്കെ കൂടെയുണ്ട്. ആ ഒരു ഉള്ളിൻ്റെ സപ്പോർട്ട് എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ടെററിസത്തെ പറ്റി പറയും. ടെററിസം നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് മുസ്ലിംസിലാണ്. അതാണ് ഐ എം എ മുസ്ലിം ബട്ട് ഐ എം നോട്ട് എ ടെററിസ്റ്റ് എന്ന് ഷാറുഖ് ഖാൻ ഒരു കഥാപാത്രം വിളിച്ചു പറഞ്ഞതൊക്കെ ഒരു സിനിമയിൽ. അപ്പോൾ അത് നമ്മളങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ RSS ഭീകരതയും BJP ഭീകരതയൊക്കെ വന്നിട്ട് ടെററിസം അതിലും ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ക്രിസ്ത്യാനിറ്റിയിൽ ഇതില്ല. മണ്ടത്തരത്തിൻ്റെ മണ്ടത്തര ഏറ്റവും തീവ്രതയുള്ളത് ക്രിസ്ത്യാനിറ്റിയിലാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അധികം ചിരിക്കരുത്, അധികം കരയരുത്. അത് ഭയങ്കര ഗുണമുള്ളൊരു സെൻറ്റൻസ് ആയിരുന്നു. കാരണം സിസ്റ്ററിൻ്റെ മേലുള്ള സ്റ്റിഗ്മ അറിയാലോ, സിസ്റ്റർ മെൻ്റലാണെന്നാണ്. അപ്പോൾ അധികം ചിരിക്കരുത്, അധികം കരയരുത്. അത് ഭയങ്കര സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. സിസ്റ്റർ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. സ്കൂളിലായാലും പഠിക്കുന്ന കാലത്ത്, പിന്നീട് വീട്ടിലും സഭയിലെത്തിയപ്പോഴും ജോലി ചെയ്തിരുന്ന കോളേജിലായാലും ഒക്കെ തന്നെ. പക്ഷെ പിന്നീട് എന്ന് തൊട്ടാണ് സിസ്റ്റർ എല്ലാവർക്കും ഒരു കരടായി മാറുന്നത്? ഞാൻ മിണ്ടാതെ ഒരു പാവ പോലെ, ഒരു ഡോള് പോലെ, കീ കൊടുത്താൽ സംസാരിക്കും, ഡാൻസ് ചെയ്യും, പാട്ടുപാടും. അങ്ങനെ ഒരു ഡോളായിട്ടാണ് ജനിച്ച നാൾ മുതൽ. ഒരു ജീസസൊക്കെ ആക്കിയിട്ട് ടാബ്ലോയിൽ മാതാവിൻ്റെ മടിയിൽ കൊണ്ടുപോയി കിടത്തിയിട്ടുണ്ട് 1 വയസ്സൊക്കെ ഉള്ളപ്പോൾ. പിന്നെ 2 വയസ്സിൽ നിൽക്കുന്ന സമയത്ത് പ്രേഗില ഉണ്ണി എന്ന് പറഞ്ഞ് അങ്ങനെ ടാബ്ലോ ആക്കിയിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ജീസസ് ആകണ പോലെ ജീസസിൻ്റെ സൗമ്യത, ആൾ ഭയങ്കര തീവ്രവാദിയും വിപ്ലവകാരിയൊക്കെ ആയിരുന്നു. പക്ഷെ അത് ഒന്നും അല്ലല്ലോ അന്ന് കാലത്തൊക്കെ. എപ്പോഴും സൗമ്യനായ, കരുണയുള്ള, സ്നേഹം മാത്രമുള്ള ജീസസ്, ഈശോ. അപ്പോൾ ആ ഒരു ലെവലിൽ ആയിത്തീരാനുള്ള, എപ്പോഴും ജീസസിനെ കൂട്ടുകാരനായിട്ട് കൊണ്ട് നടന്ന് സംസാരിച്ച് അങ്ങനത്തെ ഒരു ജീവിതമാണ്. അപ്പോൾ എല്ലാവരുടെയും നല്ല പേര് കിട്ടണം, എനിക്ക് നല്ല കുട്ടിയാവണം. അപ്പോൾ അത് ഉള്ളിലിങ്ങനെ ആഴത്തിൽ എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഒരുപാട് മനുഷ്യർക്കും ഏതാണ്ടൊക്കെ അതന്നെ ആഗ്രഹമായിരിക്കുക, നല്ല പേര് കിട്ടുക എന്നുള്ളത്. ഞാൻ അതിനായിട്ട് എൻ്റെ ജീവിതം തന്നെ അങ്ങനെ മാറ്റിയെടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനറിയാതെ സ്കൂളിൽ കണ്ണിലുണ്ണിയായി. ഞാനറിയാതെ ഈവൻ മഠത്തിൽ വന്നപ്പോഴും എല്ലാവർക്കും സ്നേഹം. കാരണം ഞാൻ ഈ ഡോളായിരുന്നു, ഞാനൊരു മനുഷ്യ വ്യക്തിയായിരുന്നില്ല. എനിക്ക് ഗുഡ് ബുക്കുകളെ മാത്രമാണ് ഇഷ്ടമുണ്ടായിരുന്നത്. ബാഡ് ബുക്ക് എന്ന് പറഞ്ഞൊരു ബുക്കിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചാൽ തന്നെ ഞാൻ പേടിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ബാഡ് ബുക്കിൽ പേര് വരാതിരിക്കണം, എന്നും ഗുഡ് ബുക്കിൽ പേര് വേണം. അതിനുള്ള പരിശ്രമത്തിലാണ് ഈ കണ്ണിലുണ്ണിയായി മാറിയത്. അപ്പൻ്റെ കണ്ണിലുണ്ണി എന്നുള്ള പേര് തന്നെ വീട്ടിൽ അല്പം ഇഷ്ടക്കേടോടുകൂടി തന്നെ മറ്റേ ആങ്ങളമാരും ചേച്ചിയും അനിയത്തിമാരൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു.
പക്ഷേ ഞാൻ ഇതിൻ്റെ തുടക്കം ഞാൻ ആലോചിക്കുന്നത് ഞാൻ സെൻറ്റ് മേരീസ് കോളേജിലെത്തിയതിന് ശേഷം ധ്യാനിക്കാനിരിക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണ്ടെങ്കിലും അതിലൊരു ആത്മാർത്ഥത വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഇൻ്റർവ്യൂവിൽ പോലും ഞാൻ പറയുന്ന ഓരോ വാക്കിലും ഞാൻ എഴുതുന്നതിലും ആ ആത്മാർത്ഥത എനിക്ക് നിർബന്ധമാണ്. അപ്പോൾ ഞാൻ ധ്യാനിക്കുന്നതും ജീസസിനോട് സംസാരിച്ചുകൊണ്ട് ആയിരുന്നു. അപ്പോൾ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ഞങ്ങൾക്ക് ധ്യാനം നിർബന്ധമാണ്. അപ്പോൾ ചെന്ന് ഇരുന്ന് പള്ളിയിലിരുന്ന് ഞാൻ ജീസസിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ജീസസ് എന്നോട് പറയുകയാണ്, നീ അനീതി കണ്ടില്ലേ എന്ന്, നീ കുറേ പ്രശ്നങ്ങൾ കണ്ടില്ലേ, എന്തുകൊണ്ട് നീ മിണ്ടാതിരിക്കുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ എനിക്ക് ഒന്നും പറയാൻ പേടിയാണ്. ഞാൻ പറഞ്ഞ ഞാൻ ഗുഡ് ബുക്കിൽ നിന്ന് മാറുമല്ലോ, കണ്ണിലുണ്ണി അല്ലാതെ ആകുമല്ലോ. ആ ഇഷ്ടക്കേട് എനിക്ക് അത് പറ്റില്ല കേട്ടോ ഈശോയെ, പറ്റില്ല. അപ്പോൾ ഈശോ എന്നോട് ആർഗ്യൂ ചെയ്യുന്നത് ഇങ്ങനെയാണ്, എൻ്റെ മനസ്സ് തന്നെയായിരിക്കാം, അത് ഇങ്ങനെയാണ് പറയുന്നത്, നിനക്ക് ഭാഷയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. ഞാൻ മഠത്തിൽ ശരിക്കും ഉൾപ്പെടാനൊക്കെ ചെന്ന് കഴിയുമ്പോഴേക്കും MA കഴിഞ്ഞു. അപ്പോൾ MA കാരിയാണ്. അപ്പോൾ നിനക്ക് വിദ്യാഭ്യാസമുണ്ട്, ഭാഷയുണ്ട്, നിനക്ക് അറിവുണ്ട്, നിനക്ക് സംസാരിക്കാൻ ഉള്ള ധൈര്യം നിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ നീ അത് പ്രയോഗിക്കുന്നില്ല. നീ അനീതിക്കൊക്കെ കൂട്ടു നിൽക്കുകയല്ലേ നിൻ്റെ നിശബ്ദത കൊണ്ട്. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് കരയാണ്, കണ്ണീന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ആരും അറിയൊന്നുമില്ല, ഏന്തി വലിക്കൊന്നുമില്ല. അപ്പോൾ ഏത് കൂട്ടത്തിലിരുന്നാലും ഈ കണ്ണീന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ആ ഒരു സമയം മുഴുവനും ജീസസുമായിട്ടുള്ളൊരു വാഗ്വാദമാണ്. അവസാനം എപ്പോഴോ ഞാൻ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ അത് ഈ പ്രാർത്ഥനയുടെയോ ഈ ഒരുക്കത്തിൻ്റെയോ അവസാനമായിരിക്കണം അത് ഒരു പ്രാവശ്യം ഞാൻ ഷൗട്ട് ചെയ്തിട്ട് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്താണ് ഇങ്ങനെ ഒരു കാര്യം എന്നുള്ള ഒരു അനീതിക്കെതിരെ ഞാൻ ശബ്ദം ഉയർത്തി. അപ്പോൾ എല്ലാവരും ഞെട്ടി, ഞാനും ഞെട്ടി. പിന്നെ ഫ്രോൺഷാളമ്മയൊക്കെ അത് വിവരം അറിഞ്ഞു, എല്ലാവർക്കും ഷോക്ക്. ഇതെന്താ ഇത്, മേമി ഇങ്ങനെ സംസാരിക്കേ, അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഫ്രോൺഷാളമ്മയൊക്കെ എന്നോട് പിന്നെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്, നീ പഴയ ജസ്മി ആവൂ, അല്ലെങ്കിൽ പഴയ മേമി ആവൂ എന്ന് പറയും. ജസ്മി ഉടുപ്പിട്ട് ജസ്മി എന്ന് പേരായി കഴിഞ്ഞപ്പോൾ നീ പഴയ ജസ്മി ആവൂ, അങ്ങനെയാണ് അവർ പറയുന്നത്. ഞാൻ പറഞ്ഞു ഫ്രോൺഷാളമ്മോട്, എനിക്കിനി ഒരിക്കലും പഴയ ആളാവാൻ പറ്റില്ല. കാരണം കാലെടുത്ത് വെച്ച് കഴിഞ്ഞു, ഇനി നമുക്ക് പിന്നാക്കം പോകാൻ പറ്റില്ല. പോയി കഴിഞ്ഞാലത്തെ ഭീകര അനുഭവങ്ങളായിരിക്കും. കാരണം നമ്മൾ മിണ്ടിയതിൻ്റെ ഒക്കെ ശിക്ഷ മേടിക്കലും പിന്നെ വീണ്ടും പഴയ ജീവിതം എന്ന് പറഞ്ഞാൽ അതെനിക്ക് ആലോചിക്കാൻ പറ്റില്ല. എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെയായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി പഴയ ജീവിതത്തിലേക്ക് ഇനി ഞാൻ പോവില്ല അമ്മ. ഞാൻ ആ ഫ്രോൺഷാളമ്മോട് തന്നെ എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡാണ് കേട്ടോ. നമുക്കൊരു വെച്ചുകളിയും അവിടെ പറഞ്ഞു ഇവിടെ പറയാതിരുന്നു അങ്ങനെയൊന്നുമില്ല. അമ്മോട് തന്നെ, ഫ്രോൺഷാളമ്മോട്, ബിഷപ്പിനോട് സംസാരിക്കാൻ ഞാൻ കുണ്ടോളം ബിഷപ്പിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. പഴയ ജീവിതം എന്ന് അവർ പറയുന്നത് ഈ മടത്തുന്ന സംസാരിക്കാതെ എല്ലാവരെയും പ്രീതിപ്പെടുത്തുന്ന, ഗുഡ് ബുക്കിൽ മാത്രം പേരുള്ള, എല്ലാവരെയും കണ്ണിലുണ്ണിയായ ആളായാൽ അവർക്ക് സുഖമാണ്. കഴിവുകളുണ്ട്, എല്ലാം ടാപ്പ് ചെയ്യാം. ഒരു പാൻറ്റമൈം എഴുതുന്ന പറഞ്ഞാൽ എഴുതിക്കോളും, എന്താ ചെയ്യേണ്ടത് എല്ലാ ജോലിയും ഓടി നടന്നു, ഒന്നിനും ചോദ്യം ചെയ്യാതെ. അങ്ങനെ ഒരു പാവകളെയല്ലേ നമ്മളെയൊക്കെ ആക്കി തീർക്കുന്നത്. അതാണല്ലോ കോളേജുകളിലെ ഡിസിപ്ലിൻ. അത് മഠങ്ങളിലുമുള്ള ഡിസിപ്ലിൻ. നമ്മളൊക്കെ വിചാരിക്കുന്നത് മഠങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നിനെയും ചോദ്യം ചെയ്യാൻ ഉണ്ടാവില്ല എന്നാ. കാരണം എല്ലാം അവര് പുറത്തങ്ങനെയാണല്ലോ. നമുക്ക് ജനങ്ങൾക്ക് മുഴുവൻ വേദോപദേശം കൊടുക്കുകയും ഞങ്ങൾ വളരെ പരിശുദ്ധരായി ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ് എന്ന് പറഞ്ഞിട്ട് അതിനുള്ളിൽ അങ്ങനെയാന്ന് പറയുന്നത് കൊണ്ടുള്ള പ്രശ്നം കേട്ടോ. എനിക്ക് വ്യക്തിപരമായിട്ട് അഭിപ്രായം അതിൻ്റെ ഉള്ളിൽ എല്ലാ ജീവിതവും ജീവിക്കാം തന്നെയാണ്. എന്തിനാണ് ഇങ്ങനെ മനുഷ്യരാണ് നമ്മള്, മാലാഖമാരല്ല. എന്തൊക്കെ പറഞ്ഞാലും മാലാഖയാണെന്ന്, ദൈവത്തിന്റെ മണവാട്ടിയാണെന്നും മാലാഖയാണെന്നും ഒക്കെ പറയുക തന്നെയാണ്. പക്ഷെ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ നമ്മൾ മനുഷ്യരാണ്, ആത്യന്തികമായി മനുഷ്യരാണ്. ഒരു മനുഷ്യൻ എങ്ങനെ സകല ആഗ്രഹങ്ങളെയും പിടിച്ചു കെട്ടി നിയന്ത്രിച്ച് ഒരു ഇതിൻ്റെ ഉള്ളിൽ പൂട്ടിയിടുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ സിസ്റ്ററൊക്കെ ആമേനിലൊക്കെ എഴുതിയ പോലെയുള്ള കാര്യങ്ങൾ വായിക്കുമ്പം വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അത്രയും പ്രശ്നങ്ങൾ നടക്കുകയാണല്ലോ. മാനുഷികമായ പ്രശ്നങ്ങളാണ്, പക്ഷെ അത് മൂടി വെക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ക്യാൻസർ മൂടി വെക്കുന്ന പോലെയാണ്. ഈ അഭയ കേസൊക്കെ മൂടി വെച്ചതുപോലെ അത് ക്യാൻസറസ് ആണ്. അപ്പൊ അത് മൂടി വെക്കല്ല ചെയ്യേണ്ടത്, തുറന്ന് ചികിത്സിക്കുകയാണ് വേണ്ടത്. അതിപ്പോഴും ചെയ്യുന്നില്ലല്ലോ, എല്ലാം മൂടി വെക്കുക. ആ മൂടി വെക്കലിന്റെ ആ നിഗൂഢത, അതിലാണ് പാപം ഒളിഞ്ഞിരിക്കുന്നത്. നമ്മൾ സൂര്യപ്രകാശം ചെന്നാൽ കുറെ രോഗങ്ങൾ സുഖപ്പെടുന്നു പറഞ്ഞ പോലെ ഇത് മൂടി വെച്ച് ഇതിനെ കൂടുതൽ വ്രണമാക്കി തീർക്കുകയാണ്. അവിടെയാണ് കൂടുതൽ പ്രശ്നം. ഞാൻ മഠത്തിൽ ചേരുക എന്ന് പറയുന്നത് സിസ്റ്ററുടെ ആഗ്രഹം തന്നെയായിരുന്നു. അതെ, അത് എന്റെ കൊതിയായിരുന്നു. അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങില്ല എന്ന് ഫ്രോൺഷാളമ്മയും കൂട്ടരും വിചാരിച്ചു. സന്യാസം എൻ്റെ ജീവിതത്തിന്റെ അവസാനം വരെ, എൻ്റെ അവസാന ശ്വാസം വരെ ആയിരിക്കും.
അത്ര ഇഷ്ടമാണ്. അതായത് സന്യാസം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ജീസസിന്റെ കൂടെയുള്ള ജീവിതം. അത്ര സ്നേഹിച്ചു പോയി. ചെറുപ്പം തുടങ്ങി ഇങ്ങനെ ജീസസ് 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 എന്ന് മാത്രം. ഞാൻ ടെസ്റ്റ് ചെയ്യ വരെ നമ്മളൊരു യൗവനപ്രായത്തിലൊക്കെ നമുക്ക് പുരുഷന്മാരോടും ഒക്കെ ആകർഷണം അങ്ങനത്തെ അതൊക്കെ വരുമല്ലോ, മനുഷ്യൻ നാച്ചുറലായിട്ട് വരണത്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ നല്ല മീശയുള്ള നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരനൊക്കെ കാണുമ്പോൾ ഉള്ളിലൊരു ഇഷ്ടം തോന്നും. അപ്പോൾ ഇഷ്ടം തോന്നിക്കഴിയുമ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? അയ്യോ, എനിക്ക് ജീസസിനേക്കാളും കൂടുതൽ ഇഷ്ടം വരുന്നുണ്ടോ അയാളോട്? അത് പ്രശ്നമാണ്. ജീസസ് ആയിരിക്കണം ടോപ്പിൽ. അപ്പം ഞാൻ എന്നെ ടെസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ജീസസിനെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ജീസസ് വന്ന് നിൽക്കണോ, ഈ മനുഷ്യനും വന്ന് നിൽക്കണോ, ഞാൻ ആരുടെ അടുത്തേക്കായിരിക്കും ഓടുക? ഞാൻ ജീസസിൻ്റെ അടുത്തേക്കേ ഓടുകയുള്ളൂ. അപ്പോൾ ടെസ്റ്റ് വിജയിച്ചു. കാരണം ഇയാൾ കവർ ചെയ്ത് പോയിട്ടില്ല, അതിക്കും മേലെ പോയിട്ടില്ല. ജീസസിനോട് അപ്പൊ പ്രണയായിരുന്നു, സത്യം പറഞ്ഞ പ്രണയായിരുന്നു. ഈ തിരുവസ്ത്രം വേണ്ടാന്ന് വെച്ചിട്ട് സിസ്റ്ററിന് എടുത്ത തീരുമാനമാണല്ലോ അല്ലെ, വേണ്ടാന്ന് വെക്കല്. ജീസസിനോട് ചോദിച്ചിട്ട് ജീസസ് പറഞ്ഞിട്ടാണ് അകത്ത് കയറിയത്. ഒരു ധ്യാനത്തിന് നിന്റെ മുഴുവൻ ഹൃദയം തരുമോന്ന് റിപ്പീറ്റഡ് ആയി ചോദിച്ചപ്പോൾ തരാമെന്ന്, നിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രം എന്ന് പറഞ്ഞ് കയറിയതാണ്. അങ്ങനെ ഈ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് നിത്യവ്രതം വരെ ചെയ്തിട്ടും ഇറങ്ങേണ്ട ഒരു ഗതികേട്. അതായത് മെന്റലാക്കാൻ മരുന്ന് തരാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ മെന്റലായിട്ട് ജീവിക്കുന്ന ജീവിതമല്ല മോളെ. അതിന് ഒരു ധ്യാനത്തിനൊരു സിസ്റ്റർ ഉറപ്പിച്ചും പറഞ്ഞാണ്, മാനസികമായ സ്വസ്ഥത ഇല്ലാതെ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം, പൂർണ്ണ സമ്മതവും പൂർണ്ണ അറിവുമില്ലാതെ ചെയ്യുന്ന ഒരു പുണ്യവും പുണ്യമല്ല, ഒരു പ്രവൃത്തിയും പാപവുമല്ല. നീ ഒരാളെ കൊന്നാലും അത് പാപമല്ല. പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടിയല്ല ചെയ്യുന്നത്, മെന്റലാ. അപ്പൊ അങ്ങനെ ഒരു ജീവിതം നമുക്ക് ഉണ്ടാവരുത്. നിങ്ങൾ എല്ലാവരും മരണം വരെ പൂർണ്ണ മനസ്സോടെ ഇരിക്കാൻ, സ്വസ്ഥമായ മനസ്സോടെ ഇരിക്കാൻ, മെന്റലാകാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നൊരു ധ്യാനത്തിന്റെ വിഷയം അതായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇത്ര ബോധം വന്നു. എന്നെ മരുന്ന് തരാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ജനറാൾമേനെ വരെ വരുത്തിയിട്ട് പറഞ്ഞപ്പോൾ അത് ചെയ്താൽ പിന്നെ എൻ്റെ ജീവിതമല്ല. മരുന്ന് തരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എന്തുകൊണ്ടാണ് എത്തുന്നത്? ഞാൻ പ്രിൻസിപ്പളായി 3 വർഷം ഒന്ന് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവള് നോട്ടപ്പുള്ളിയാണ്, ഇവളെ ഭയപ്പെടണം. അപ്പോൾ പ്രിൻസിപ്പൾ ആക്കാതിരിക്കാനൊക്കെ അവർ ആഗ്രഹിക്കുന്നു. അതിനുള്ള വഴികളൊക്കെ അവർ ആരാഞ്ഞു. പക്ഷെ നിയമപ്രകാരം സീനിയോറിറ്റി കം സെലക്ഷൻ, അതായത് കന്യാസ്ത്രീകൾക്ക് അവരിൽ സീനിയർ ആയിട്ടുള്ളത്. അപ്പൊ ഈ MA കഴിഞ്ഞ ഉടനെ ചേർന്നുല്ലോ, പഠിപ്പിക്കൽ ചേർന്നുല്ലോ. അപ്പൊ നമുക്ക് ഏർലി അറ്റൻഡൻസ് ഡേറ്റിലാണ് നമ്മൾ ചേർന്നിരിക്കുന്നത്. ഇല്ല, അത് കഴിഞ്ഞ് കയറിയിട്ട് പിന്നെ ആദ്യം എംഫിലിനാണ് പോകുന്നത്. അതും അവിടെ റാങ്കൊക്കെ പറയും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷയൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടി. അത് കഴിഞ്ഞ് 12 കൊല്ലത്തിന് ശേഷമാണ് PhDക്ക് പോണത്. അപ്പോൾ അത് PhDക്ക് കിട്ടിയതിന് ശേഷമാണ് പ്രിൻസിപ്പൾ ആവുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും പ്രിൻസിപ്പൾ ആക്കാതിരിക്കാൻ അവർക്ക് പറ്റാത്തൊരു സ്ഥിതി വന്നു. അപ്പോഴാണ് ഞാൻ പ്രിൻസിപ്പൾ ആയത്. പ്രിൻസിപ്പൾ ആയപ്പോൾ ഞാൻ വീണ്ടും സംസാരിക്കാനും മാത്രമല്ല ചില കാര്യങ്ങൾ ചെയ്യാനും തുടങ്ങി. എന്നോടൊരു CMI ഫാദർ വിളിച്ചു പറഞ്ഞു, ഇന്ന് നിനക്ക് കുറച്ച് അധികാരം കയ്യിലുണ്ട്, നിനക്ക് പറ്റാവുന്ന നീതി ഇപ്പം ചെയ്തോ. ഞാനെല്ലാം ഓരോ ദിവസവും കസേരയിൽ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഞാനൊരു AK ആന്റണിയാണ്, ഞാൻ എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോവും. പക്ഷെ പിന്നീട് AK ആന്റണി ഇറങ്ങാണ്ട് നിന്നു കുറെ കാലം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പഴയ AK ആന്റണിയാണ്. ഏത് നിമിഷവും ഇന്ന് ഞാൻ ഇവിടെ കസേരയിലേക്ക് നാളെ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. കാരണം എനിക്ക് അങ്ങനത്തെ ആ കസേരയിലെ ഇരിപ്പ് ഭരണം ഇഷ്ടപ്പെട്ടിരുന്നില്ല. എനിക്ക് കുട്ടികളെ പഠിപ്പിക്കലായിരുന്നു ഇഷ്ടം. അതുകൊണ്ടാണ് വിമലയെന്ന് മിസ് ജോയ്സ് മോള് എന്നെ വിളിച്ചിട്ട് പറയും, തിയറിയിലാണ് ഞാൻ PhD ചെയ്തത്. അപ്പോൾ തിയറി അവർക്ക് പഠിപ്പിക്കാൻ വിഷമം. അപ്പോൾ ജസ്മി ഒന്ന് ഇവിടെ വന്നിട്ട് ഒരു ഓട്ടോ എടുത്ത് വന്ന് ആ ഉച്ചക്കത്തെ സെഷൻ ഇവിടെ ഒന്ന് ഈ പിള്ളേർക്ക് തിയറി പറഞ്ഞു കൊടുത്തത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരു അഡ്മിനിസ്ട്രേഷൻ ലോകത്തിൽ തലയ്ക്ക് വട്ടുപിടിച്ച് നിൽക്കുകയാണ് മിസ്. അപ്പോൾ പറഞ്ഞു അതൊക്കെ മാറും, സിസ്റ്ററിനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചാലും തിയറി പറയും. അപ്പോൾ അത്രയും അതിന് ഒരുങ്ങൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഒരു ഓട്ടോ വിളിച്ച് വന്നു, ഓട്ടോൻ്റെ പൈസ തരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓട്ടോ വിളിച്ച് പോയിട്ട് ആ കുട്ടികളെ MA സ്റ്റുഡൻസിനെ ഓഡിറ്റോറിയത്തിലിരുത്തി തിയറി ഇങ്ങനെ ABCD തുടങ്ങി Z വരെ പഠിപ്പിച്ച്. അതെനിക്കൊരു ത്രില്ലാണ്. വെച്ചാൽ എനിക്ക് കിട്ടാത്തൊരു സാധനം ഞാൻ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് പിടിച്ചെടുത്തതാണ്. അതെല്ലാവർക്കും വിളമ്പണം എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ പഠിപ്പിച്ചിങ്ങനെ വരും. അപ്പോൾ അതാണ് എനിക്കിഷ്ടമുള്ള ജീവിതം, കുട്ടികളുമായിട്ടുള്ള സംവദിക്കുന്ന ആ ജീവിതം. ഇത് നമ്മളെ പൂട്ടിയിട്ട പോലെ കസേരയിലിരുന്ന് ഈ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അങ്ങനെ അഡ്മിനിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കലേ പലതും അവസാനം 3ാമത്തെ കൊല്ലം ഞാൻ നിർത്തലാക്കിയത് കോഴ മേടിക്കലാണ്. ആദ്യത്തെ കൊല്ലം ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ പിന്നീട് അറിഞ്ഞപ്പോൾ എന്നോട് കുറച്ച് പേരൻസൊക്കെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രിൻസിപ്പാളിനോട് ചോദിച്ചപ്പോൾ നീ ഒന്നും അറിയണ്ട, അവിടെ ഓഫീസുകാർ മേടിച്ചോളും, നീ ആ ഭാഗത്തേക്കേ നോക്കണ്ടെന്ന് പറഞ്ഞു. 2ാമത്തെ കൊല്ലം
ഇതുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് ഗരാവ് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്നെയല്ല ഗരാവ് ചെയ്യേണ്ട, പ്രൊൺചാളം മേനെയാണ്. അപ്പൊ 3ാമത്തെ കൊല്ലം ഞാൻ പറഞ്ഞു ഞാൻ ഇനി ഇവിടെ പൈസ വാങ്ങില്ല, ഒറ്റ പൈസ വാങ്ങില്ല. അപ്പൊ സിസ്റ്റേഴ്സ് പറയാണ് എല്ലാ പേരൻസിനെയും വിളിച്ചിട്ട്, ഈ മാനേജ്മെന്റ് കോട്ടയുടെ പേരൻസ് അവർ വിളിച്ചിട്ട് ഓരോ കടലാസ് കൊടുത്തിട്ട് പറയാം നിങ്ങൾ എത്ര തരും വാഗ്ദാനം, ഓഫർ. അപ്പോൾ അത് എഴുതിയിട്ട് അതിൽ ബെസ്റ്റ് ഓഫർ തന്നിട്ടുള്ളവർക്ക് നമുക്ക് അഡ്മിഷൻ കൊടുക്കാമെന്ന് മാനേജ്മെന്റ് കോട്ട. അപ്പം ഞാൻ പറഞ്ഞു അവരതിൽ എഴുതിയിട്ട് നമ്മളെ ഫുള്ളാക്കിയാലോ, അവർ തന്നില്ലെങ്കിലോ നമുക്ക് കേസ് ലെവലിൽ നീങ്ങാനൊന്നും പറ്റൂല. ഇത് അപ്പോഴും ഇവരുടെ തലയിൽ പുണ്യം എന്ന് പറഞ്ഞ പണം വാങ്ങലാണ്. അല്ല, പൊതുവേ ക്രിസ്ത്യൻ മിഷണറി സ്ഥാപനങ്ങളെല്ലാം കാലങ്ങളായിട്ട് കാണുന്ന അങ്ങനെയാണല്ലോ. സ്കൂൾസ് ആയാലും നല്ല എഡ്യൂക്കേഷൻ ഒക്കെ അതൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ പോലും കോഴേന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലല്ലോ കുട്ടികളോട്. ഞങ്ങളൊരു 50 കൊല്ലം വരെ സെന്റ് മേരീസിൽ 1 രൂപ വാങ്ങിയിട്ടില്ലായിരുന്നു. അത് ശരി. 50ാം കൊല്ലം ഞങ്ങൾ വാങ്ങി. അന്നും ഇതുപോലെ അഭിപ്രായം ചോദിക്കാൻ മഠത്തില് മീറ്റിംഗ് കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു 49 കൊല്ലം ഇല്ലാത്ത ചീത്തപ്പേര് 50ാം കൊല്ലം നമ്മൾ വാങ്ങണോ? അപ്പോൾ പറഞ്ഞു ഞാൻ അപ്പോൾ ആ പ്രിൻസിപ്പൾ കുറേ ഇരുന്ന് കരഞ്ഞു. ഇന്ന് രാത്രി പള്ളിയിൽ ഇരുന്ന് കരയായിരുന്നു. ഞാൻ പള്ളിയിൽ പോയിരുന്ന് ഈശോയുടെ അടുത്ത് ഇരിക്കുമ്പോൾ ആള് വന്നിരുന്ന് കരയാണ്. അപ്പോൾ ഞാൻ ചെന്ന് സോറിയൊക്കെ ചോദിച്ചു. ഞാൻ സിസ്റ്റർക്കെതിരെ അല്ല പറയണേ സിസ്റ്ററെ, ഞാനൊരു പ്രിൻസിപ്പൾ അല്ലേ പറയണത്. നമ്മൾ ഇത്രയും കാലം ചെയ്യാത്തത് എന്തിനാ ഈ 50ാം കൊല്ലം ഗോൾഡൻ ജൂബിലി എന്ന് പറഞ്ഞ് ചെയ്യണേ എന്ന് ചോദിച്ചത്. എന്നിട്ട് പിന്നെ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ ചോദിച്ചപ്പോൾ എല്ലാവരും എന്നിട്ട് പറഞ്ഞു വാങ്ങിക്കോ കുറെ പണച്ചാക്കുകൾ ഇവിടെ വരുന്നില്ലേ എന്ന് പറഞ്ഞു. പിന്നീട് അവർക്ക് പ്രശ്നം വന്നപ്പോൾ അവർ അതിനെതിരെ പറയാൻ വന്നപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് പറയണ്ട, ഞാൻ ഇതിന് 4 ആയിരുന്നു, നിങ്ങളെല്ലാവരും 4 ആയിരുന്നല്ലോ, പിന്നെ എനിക്കിതിന് ഉത്തരം പറയാനില്ല, ഞാൻ ഇതിനെതിരായിരുന്നു. അപ്പോൾ പിന്നെ പണക്കാരൊക്കെ വന്നപ്പോൾ എന്നെ മുന്നിലേക്ക് വിളിപ്പിച്ചു പെട്ടെന്ന് പ്രിൻസിപ്പൾ. എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇവളാണ് എതിര് നിൽക്കുന്നത് പൈസ വാങ്ങുന്നതിന്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം പെട്ടെന്ന് നമ്മളെ ഒരു പ്രിൻസിപ്പൽ റൂമിലേക്ക് വിളിച്ച് ഈ വലിയ പണച്ചാക്കുകൾ, പ്രത്യേകിച്ച് തൃശ്ശൂരത്തെ മാഗ്നറ്റുകൾ വന്നിരുന്ന് ഇരിക്കുമ്പോൾ അപ്പോൾ പെട്ടെന്ന് എനിക്ക് അപ്പോഴേക്കും ഇങ്ങനെ ദൈവത്തിൻ്റെ കൂടെ നടക്കണമെന്ന് പറഞ്ഞ കാരണം ചില ബുദ്ധികൾ വരും. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യം അറിയണ്ടോ, എല്ലാ കൊല്ലം കാലണ്ടർ പ്രിപ്പയർ ചെയ്യണത് ഞാനാണ്. അതിൽ ഒരു പേജിൽ എഴുതും നോ ക്യാപിറ്റേഷൻ ഫീ റിസീവ്ഡ് ഫ്രോം ദ സ്റ്റുഡൻസ് ഓർ ദ ടീച്ചേഴ്സ് ഐദർ ഫോർ അഡ്മിഷൻ ഓർ ഫോർ അപ്പോയിൻമെൻറ്റ്. ഇങ്ങനൊരു പേജിൽ മാത്രമായിട്ട് വലിയ അക്ഷരത്തിൽ അതിലടിക്കും. അത് ഈ വർഷം ചെയ്യണോ വേണ്ടതെന്ന് എനിക്കറിയേണ്ടിയിരുന്നു. അപ്പോഴേക്കും ഇവർ പറഞ്ഞു അത് ചെയ്തോളൂ, നമ്മൾ ക്യാപിറ്റേഷൻ ഫീ അല്ല വാങ്ങണേ, നമ്മൾ പ്രിൻസിപ്പലിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞങ്ങൾ PTA ഇരുന്നിട്ട് ഞങ്ങൾ വാങ്ങുന്നതാണ്. അപ്പോൾ പ്രിൻസിപ്പലിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടിയെന്നാണ് അർത്ഥം. അഡ്മിഷന് ശേഷമാണ് അല്ലല്ലോ, ശരിക്ക് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴല്ലേ അഡ്മിഷൻ കിട്ടിയെന്നാവുക. പ്രിൻസിപ്പലിൻ്റെ ഇൻ്റർവ്യൂ കൊണ്ട് അഡ്മിഷൻ റെഡിയായി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും ഒക്കെ ഫൈറ്റ് ചെയ്ത് നിന്നു ഞാൻ. എങ്ങനെയാണ് ഇതൊക്കെ പ്രശ്നങ്ങളായതെന്ന് മെൻ്റലാക്കാനുള്ളത്. അപ്പോൾ ഈ 3ാമത്തെ വർഷം ഞാൻ പേരൻസിനെ വിളിച്ചിട്ട് പറഞ്ഞു ഗവൺമെൻറ് ഫീസിന് പുറമെ 1 രൂപ പോലും നിങ്ങൾ തരണ്ട. കാസ്പ് എന്ന് പറഞ്ഞിട്ട് പാവങ്ങൾക്കുള്ളതുണ്ട്, അതിലേക്ക് അത് നിങ്ങളല്ല, മാനേജ്മെൻറ്റ് കോട്ടക്കാരല്ല, ഏത് കൂട്ടരും തരാൻ കഴിവുള്ളവരെയും നമ്മൾ വാങ്ങും. അത് പാവങ്ങളെ പഠിപ്പിക്കുക, പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ. അപ്പോൾ ആ കാസ്പിലേക്കുള്ള ഇതല്ലാതെ ഗവൺമെൻറ് ഫീസിന് 1 രൂപ നിങ്ങൾ കൂടുതൽ തരണ്ടാന്ന്. ആ വർഷം അങ്ങനെയായിരുന്നു അപ്പോയിൻമെൻറ്റും അഡ്മിഷനും. അപ്പോൾ വലിയൊരു സംഖ്യയുടെ കുറവ് വരികയാണല്ലോ. അപ്പോൾ എനിക്ക് 7 വർഷമുണ്ട്, അത് 3 വർഷമായിട്ടുള്ളൂ. 4, 5, 6, 7 എന്തായിരിക്കും സ്ഥിതി ഞാൻ പ്രിൻസിപ്പളായിരുന്നാലേ. അപ്പോൾ എൻ്റെ നെവ്യൂ പറഞ്ഞു ഇനി ആൻറ്റീനെ അവിടെ ആ കസേരമ വെച്ചേക്കില്ല, കാശുമ്മ തൊട്ടാലുണ്ടല്ലോ കളി വേറെ. അത് നമുക്കറിയാലോ, നമ്മുടെ മാർപ്പാപ്പന്മാരിൽ ജോൺ പോൾ I 33 ദിവസമാണ് മാർപ്പാപ്പയായിരുന്നുള്ളൂ, പിന്നെ മരിച്ചു. അത് കൊന്നതാണെന്നാണ് പറയുന്നത്. ഹി വാസ് പോയ്സൺഡ്. തലേ സപ്പറിൽ ആള് എല്ലാവർക്കും ട്രാൻസ്ഫർ ലിസ്റ്റൊക്കെ പറഞ്ഞു. അവിടെ നേരെയാക്കാൻ ആ ഫൈനാൻസുമെന്ന് തൊട്ടു. ഫൈനാൻസിൻ്റെ കുത്തകക്കാരായിട്ടുള്ളവർക്കൊക്കെ ട്രാൻസ്ഫർ വെച്ചു. ആ ട്രാൻസ്ഫർ ലിസ്റ്റ് രാത്രി വായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആ ട്രാൻസ്ഫർ ലിസ്റ്റ് മടിയിൽ വെച്ച ആൾ മരിച്ചിരിക്കുകയായിരുന്നു. സിസ്റ്ററാണ് കാപ്പി കൊടുക്കാൻ ചെന്നപ്പോൾ ഇത് കണ്ടു ഓടിച്ചെന്ന് അറിയിച്ചപ്പോഴേക്കും കടലാസൊക്കെ നീങ്ങി ആള് കിടന്നു. മാന്യമായ മരണമായി മാറി 33 ദിവസത്തിനുള്ളിൽ. അപ്പോൾ ആള് മാത്രമേ ഫൈനാൻസുമ തൊട്ടിട്ടുള്ളൂ. അതാണ് നമ്മൾ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പനെ പറയുന്നത്, അദ്ദേഹത്തെ കാത്തുകൊള്ളണേന്ന്. കുറച്ച് റെവല്യൂഷണറി പറയുന്നുണ്ട്, പക്ഷെ ഫൈനാൻസുമൊന്നും ആൾ തൊട്ടിട്ടില്ല. ആളും സൂക്ഷിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. പിന്നെ കുറേ പുണ്യാളന്മാരെയും പുണ്യാളത്തിമാരെയും പ്രഖ്യാപിക്കുന്നുണ്ട്, മറ്റുള്ളവരെക്കാൾ കൂടുതൽ എണ്ണം. കാരണം അതൊരു വരുമാന മാർഗമാണ്.
അത് തീർത്ഥാടന കേന്ദ്രമായി മാറും. പിന്നെ അവിടെ മുഴുവൻ വരുമാന സ്രോതസ്സാണ്. അതിൻ്റെ ഒരു തമാശയും കൂടി, ഞങ്ങളുടെ വിപ്രാസ്യമ്മേനെ വിശുദ്ധിയാക്കിയപ്പോൾ ശരിക്ക് ഒല്ലൂർ മഠത്തിലാണ് വിപ്രാസ്യമ്മയുടെ കബറിടവും കാര്യങ്ങളൊക്കെ. അപ്പോൾ തീർത്ഥാടന കേന്ദ്രമാവേണ്ടത് ഒല്ലൂർ മഠമാണ്. അപ്പോൾ ഒല്ലൂർ ബിഷപ്പ്, നമ്മുടെ ഇപ്പോഴത്തെ താഴത്ത് ആൻഡ്രൂസ് താഴത്ത് ബിഷപ്പ് സമ്മതിച്ചില്ല, ഒല്ലൂരാക്കണം, തീർത്ഥാടന കേന്ദ്രത്തിലേക്കാ പൈസ വരിക. അപ്പോൾ ഇവർ പറഞ്ഞു അല്ല ഇവിടെയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞ്, അന്ന് സിസ്റ്റർ ക്ലിയോപാട്ര ആയിരുന്നു, ഇപ്പോൾ മരിച്ചു, ആൾ വാദിച്ചു. അവസാനം എന്തോ ഒരു കണ്ടീഷൻ വെച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ കിട്ടുന്നതിൻ്റെ എത്രയോ ശതമാനം ഇത് സഭയ്ക്ക്, അതായത് അരമനയിലേക്ക് കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞപ്പോഴാണ് ഇത് സമ്മതിച്ചത് എന്നാണ് കേട്ടറിവ്. ഇതാണ് തീർത്ഥാടന കേന്ദ്രത്തിന്റെ പിടിവലി. ഇതിനെയാണ് വിശുദ്ധരെയൊക്കെ പടച്ചു വിടുന്നത്, വിശ്വാസം വർദ്ധിക്കാൻ മാത്രമല്ല. ഇതൊന്നും ജനങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണോ, അതോ ജനങ്ങൾ ഞങ്ങൾ വിഡ്ഢികളാ? കുറേ പേർക്കറിയില്ല, കുറേ പേര് അറിഞ്ഞാലും മിണ്ടില്ല. ഞാൻ ഇൻ്റർവ്യൂവിൽ പറയുമ്പോൾ കേട്ടിട്ട് ഞെട്ടലോടെ പറയുന്ന, വായടയുന്ന കുറേ പേരുണ്ട്. നമ്മുടെ സിസ്റ്റേഴ്സ്, ഫ്രാങ്കോ ബിഷപ്പിൻ്റെ പ്രശ്നത്തിൽ ഈ സിസ്റ്റേഴ്സിനെ വായടപ്പിക്കാൻ 1 ഏക്കർ ഭൂമി തരാമെന്നും വേറൊരു മഠം ചെയ്തോളാൻ പറഞ്ഞതും ഒരു CMI ഫാദറാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് നമ്മുടെ ആൾ ഫ്രാങ്കോ പറഞ്ഞിട്ടായിരിക്കും എന്ന് ചർച്ചയിൽ വന്നപ്പോൾ ഒരിക്കലും അല്ല, ഫ്രാങ്കോ അറിഞ്ഞിട്ട് പോലും, ബിഷപ്പ് ഫ്രാങ്കോ അറിഞ്ഞിട്ട് പോലും ഇല്ല, ഈ CMI അച്ഛൻ്റെ ഔദാര്യമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ അച്ഛന് ഈ 1 ഏക്കർ ഭൂമി എവിടെ നിന്നാണ്? ഞങ്ങൾക്ക് CMI അല്ലെങ്കിൽ സന്യാസ അച്ഛന്മാർക്ക് 1 രൂപ പോലും അവരുടെ പേരിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടാവാൻ പാടില്ല. അതാർക്കും അറിയില്ല. മറ്റച്ഛന്മാർക്ക് ഉണ്ടാവാം, നാട്ടുവട്ടം ബിഷപ്പിന് ഉണ്ടാവാം, ഈ സെന്റ് തോമസ് കോളേജിൽ പഠിപ്പിക്കുന്ന അച്ഛന്മാർക്കൊക്കെ ഉണ്ടാവാം, സാധാരണ ഇടവക അച്ഛന്മാർക്കൊക്കെ ഉണ്ടാകാം. അവർക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് അനുവാദമുണ്ട്. പക്ഷെ ഒരു സന്യാസ അച്ഛനും, അതായത് CMI, ഡോൺ ബോസ്കോ, സെലേഷ്യൻ, കപ്പുച്ചിൻ, ഇവർക്കൊന്നും അനുവാദമില്ല. അപ്പോൾ ഈ അച്ഛൻ CMI അച്ഛൻ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയാൽ പോലും അദ്ദേഹത്തിന് അത് വെക്കാൻ പാടില്ല. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെതല്ല. അത് ചോദിച്ചപ്പോൾ പിന്നെ ഒരു ഉത്തരം പറയാൻ ആ വക്താവിനെ പറ്റിയില്ല. പക്ഷെ പലരും എന്നെ വിളിച്ച് പറഞ്ഞു, സിസ്റ്റർ ഞങ്ങൾക്കൊന്നും ഇതറിയില്ലായിരുന്നു, കാറും സാധനമൊക്കെ വാങ്ങുന്നുണ്ട്, ഈ ലൂസി കളപ്പുരയൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ അതാണ്. ഞങ്ങൾക്കും വെക്കാൻ പാടില്ല, സിസ്റ്റർ ലൂസിയുടെ പേരിൽ ഒരു കാർ ഉണ്ടാവാൻ പാടില്ല, സഭയുടെ പേരിലാവാം. പിന്നെ സാലറി എടുത്തിട്ട് അനുവാദമില്ലാതെയാണ് വാങ്ങിയതൊക്കെ. പക്ഷേ സിസ്റ്റർ ചോദിക്കുന്നത് ഇതൊക്കെ അച്ഛന്മാർ ചെയ്യണില്ലേ, അവർക്കും അനുവാദമില്ലല്ലോ. അതെ. അപ്പൊ വൈ നോട്ട് ഐ എന്നുള്ള ആ ചോദ്യം, ആ ധീരതയെ ഞാൻ മാനിക്കുന്നു. അച്ഛൻ എന്ന് പറയുമ്പോൾ പുരുഷനാണല്ലോ, എന്തുവാവല്ലോ. ഏറ്റവും കൂടുതൽ ഈ പുരുഷ സ്ത്രീ സമത്വമില്ലായ്മ ഇതിൻ്റെ അകത്താണ്. ഇതിന് പറഞ്ഞാൽ ഒരു ഉത്തരം പറയും, കന്യകാമാതാവ് ഞങ്ങളിങ്ങനെ മേപ്പെട്ട് കയറ്റി വെച്ചിട്ടുണ്ടെന്ന്, മരിച്ചുപോയ മാതാവിനെ മേപ്പെട്ട് കയറ്റി വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ സ്ത്രീകളെ മാനിക്കുന്നവരല്ലേ തിരുസഭ? എന്തൊരു ഇങ്ങനെ സെൻസില്ലാത്ത സംസാരങ്ങൾ. ഇത് കേട്ടിട്ട് അയ്യോ പിതാവ് പറഞ്ഞു എന്ന് പറയാനുള്ള കുറേ വിഡ്ഢിക്കുഷ്മാണ്ഡങ്ങൾ. അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നറിയില്ല. എൻ്റെ വീടടക്കം പള്ളിയുടെ അടിമയാണ്. അപ്പം പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും അത് അവർക്കും എതിരായി മാറുമല്ലോ. അല്ല, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കുറേ പേർക്ക് അറിയില്ല, കുറേ അജ്ഞതയാണ്. പിന്നെ അറിവുള്ളവരും അറിഞ്ഞാലും ഇവരത് മൂടി വയ്ക്കും. ഈ അറിയുന്ന ഈ സന്യാസ ഭവനത്തിലെ മൂടിവെക്കൽ തന്നെയാണ് ഈ വിശ്വാസികളുടെ ഇടയിലും ഒക്കെ നല്ല പേര്. ഞാൻ പറയുന്നത് വിശ്വാസികൾക്കും അറിയാഞ്ഞിട്ടൊന്നുമല്ല, കുറെ പേർക്ക് അറിയില്ല, കുറെ കാര്യങ്ങൾ അറിയില്ല, ഇതുപോലെ ചില കാര്യങ്ങൾ അറിയില്ല. തിരുവസ്ത്രം വേണ്ടാന്ന് വെച്ചിട്ട് സിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങിയല്ലോ. പിന്നെ മഠത്തുനിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേ ചുറ്റുമുള്ള മനുഷ്യരുടെ, മഠത്തിലെ ആളുകളുടെ, വീടിന്റെ ഒക്കെ ഒരു പ്രതികരണം എന്തായിരുന്നു? നേരെ വീട്ടിലേക്കാണോ പോയത്? ഞാനൊന്ന് ജസ്റ്റ് പോയിട്ട് അമ്മേനെ ഒന്ന് കണ്ടിട്ട്, അമ്മ എവിടേക്കോ മരിച്ചോടത്തേക്ക് പോകാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു. അത് എൻ്റെ ഒരു മനസ്സിൻ്റെ ധർമ്മം. പിന്നെ 3 മാസത്തേക്ക് എനിക്ക് ആരെയും കാണണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരു തരത്തിൽ ഒളിച്ച് താമസിക്കുകയായിരുന്നു. അപ്പം ഞാൻ വീട്ടിലേക്ക് പോവാതിരുന്നത്, ഒന്ന് അവർക്കൊരു ഭാരം വരരുത്, അല്ലാണ്ട് തന്നെ അവർ ഒരുപാട് സഹിക്കുന്നുണ്ടായിരുന്നു. ചാനലുകളിൽ വരുമ്പോഴൊക്കെ അമ്മ ഷോക്ക് അടിക്കുന്നു, വിഷമം വരുന്നു. പിന്നെ എല്ലാവരും ബന്ധുക്കളൊക്കെ അവർ പറയണേ, അന്ന് BJP ഒക്കെ ഒരു വല്ലാണ്ട് ഇത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുക്കിലും മൂലയിലും പ്രസംഗിക്കുന്നു, സിസ്റ്റർ ജസ്മിയെ പരിപാലിക്കാൻ പറ്റാത്ത സഭയാണോ, ഞങ്ങളുടെ ഹിന്ദുക്കളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് മാമുദിസ മുക്കി ക്രിസ്ത്യാനികളാക്കണേ എന്നൊക്കെ ഉള്ള അങ്ങനെ എല്ലാത്തിലും ഈ പേരുകൾ വന്നു. അപ്പോൾ ഒരു മുക്കിലും മൂലയിലും ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ എൻ്റെ ചായയുള്ള അനിയത്തിയുടെ മോള്,
അവരൊക്കെ എല്ലാവരും തുറച്ച് നോക്കുകയാണ്. പലർക്കും അറിയണവരുണ്ട്, അറിയാത്തവർ വരെ ഈ ചായ നോക്കിയിട്ട്. അപ്പോൾ അവർ കിടന്ന് ഇല്ലാണ്ടാവണു, അവർ അനുഭവിക്കണു, എല്ലാവരും വേദനിക്കണു. ഞാൻ ഒരൊറ്റ ആൾ കാരണം. നമ്മൾ മാധവിക്കുട്ടിയുടെ എഴുത്ത് മൂലം കുടുംബം മുഴുവൻ വിഷമിച്ചു, തുറന്നെഴുതി എന്ന് പറഞ്ഞ പോലെ ഞാനും പിന്നെ അമ്മേനെ എഴുതലും തുറന്നെഴുതലും. ഞാൻ ഈ തിരുവസ്ത്രം എന്നുള്ള വാക്കിനെ കുറിച്ചും കൂടി ഒന്ന് പറയാട്ടോ. ഞാൻ എന്നെപ്പറ്റി എന്തെങ്കിലും പത്രത്തിലൊക്കെ ആ ദിവസങ്ങളിൽ ഇന്നും കോട്ടിങ്സും പോലെയൊക്കെ വരില്ലല്ലേ, പിന്നെ ചാനലുകളിലും. അപ്പോഴൊക്കെ അവർ പറയുന്നത് സിസ്റ്റർ ജസ്മി, പക്ഷെ ആർക്കും അറിയില്ല. അപ്പോൾ അവർ ബ്രാക്കറ്റിലിടും എന്താണ് തിരുവസ്ത്രം ഉപേക്ഷിച്ച കന്യാസ്ത്രീ. പിന്നെ ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്താ പറയാന്നറിയോ, ഞാൻ എൻ്റെ തിരുവസ്ത്രം ഉപേക്ഷിച്ച് നിങ്ങളെപ്പോലെ അശുദ്ധ വസ്ത്രം ധരിച്ചു നിൽക്കുന്നു. ജനത്തിൻ്റെ വസ്ത്രം അശുദ്ധ വസ്ത്രമാണെങ്കിൽ ഞാനത് സ്വീകരിക്കുന്നു. അപ്പം ഇപ്പോഴും ഞാൻ അശുദ്ധ വസ്ത്രം ധരിച്ച് നിങ്ങളെപ്പോലെ ജീവിക്കുന്നു. അതിന് തിരുവസ്ത്രം എന്നുള്ളത് വേണ്ടാന്നാണ് സിസ്റ്റർ പറയുന്നത്. അതൊരു തമാശയല്ലേ, തിരുവസ്ത്രം. ഞാൻ ഒരു ബൈബിള്, ഞങ്ങൾക്ക് പിന്നിലെ സെൻറ് മേരീസിൻ്റെ കോളേജ് കോൺവെൻറ്റിൻ്റെ പള്ളിയൊക്കെ ചെറുതാണ്. അപ്പം പുറകിലൊരു വടി പോലെയുള്ളൂ. ആ വടിയുമേയാണ് അച്ഛൻ്റെ ഉടുപ്പൊക്കെ ഊരിയിടുന്നത്. എന്നിട്ട് ബൈബിള് കൊണ്ടുപോയിട്ട് അച്ഛൻ അതിൻ്റെ മീതെ വെക്കും. അപ്പം ഞാൻ പറയും, ഇതെന്തിനായി ഇത് സ്ഥലമില്ല. എന്നിട്ട് നമ്മളത് ഒതുക്കാൻ ചെല്ലുമ്പോൾ ബൈബിള് നിലത്ത് വീഴാനും പിന്നെ. അപ്പോൾ ഒരച്ഛൻ ചോദിച്ചു, തിരുവസ്ത്രത്തിൻ്റെ മുകളിലല്ലേ ഞാൻ വെച്ചത് എന്ന്. മണത്തിട്ട് നിൽക്കില്ല, എപ്പോഴാണ് അത് കഴുകുക? ഇതിങ്ങനെ അരങ്ങ് പോലെ പിടിപ്പിച്ച ആ സാധനം മാത്രം കൈത്താരാന്ന് പറഞ്ഞിട്ട് അത് മാത്രം എടുത്തിട്ടേ കഴുകുള്ളൂ. ഈ വസ്ത്രങ്ങൾ എത്ര വർഷങ്ങളായിട്ടുള്ള വസ്ത്രങ്ങളാണ്. ഈ അച്ഛൻ അവിടെ നിന്ന് വിയർത്തിട്ട് കുർബാന കഴിഞ്ഞ് വരുന്നതോ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് വരുന്ന വിയർത്ത സാധനമല്ലേ, ഒന്ന് ഫാനിട്ട് വേണമെങ്കിൽ ഉണക്കാൻ വെക്കും, അത്രയല്ലേ ഉള്ളൂ. ആര് കഴുകണം? ആ വസ്ത്രങ്ങളൊന്നും കഴുകില്ല. അപ്പോൾ മണത്തിട്ട് നിൽക്കാൻ പറ്റാത്ത തിരുവസ്ത്രങ്ങൾ ഒക്കെ ഓരോ പറയലുകൾ മനുഷ്യരൊക്കെ വേർതിരിച്ച് നിർത്തിയിട്ട്. എന്തുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ മാർപ്പാപ്പ പറഞ്ഞത് നിങ്ങൾ സിസ്റ്റേഴ്സൊക്കെ സാധാരണക്കാരുടെ വസ്ത്രം ഇടുന്നു? എന്തിനാണ് ഈ സിസ്റ്റർ യൂണിഫോം? നിങ്ങൾക്ക് പദവി കിട്ടാനോ, നിങ്ങൾക്ക് സ്ഥാനം കിട്ടാനോ, ബസ്സിൽ ആളുകൾ എണീറ്റ് നിന്ന് അല്ലെങ്കിൽ സിസ്റ്റർ വന്നു എന്ന് പറഞ്ഞ് എണീറ്റ് നിൽക്കാനോ? നിങ്ങൾ സാധാരണക്കാരെ പോലെയാവൂ. അതല്ലേ മദർ തെരേസ തോട്ടികളുടെ വസ്ത്രം യൂണിഫോമാക്കി മാറ്റിയത്. എന്നെ മടഞ്ചാടിന്ന് വിളിച്ചു എൻ്റെ ഒരു നാത്തൂൻ ഈ അടുത്ത ദിവസങ്ങളിൽ. ഒരു വീട്ടിൽ ചെന്നിട്ട് എന്നെ ആരും അങ്ങനെ മുഖത്ത് നോക്കി മടഞ്ചാടിന്ന് അവിടെ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടാവും, എൻ്റെ വീട്ടുകാരും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇത് മടഞ്ചാടി വന്നിരിക്കുകയാണ്, കുടുംബം കലക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യത്തെ അർത്ഥം മനസ്സിലായി, രണ്ടാമത്തെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഒരു കുടുംബവും കലക്കിയിട്ടില്ല, കലക്കാൻ എനിക്ക് കുടുംബവും ഇല്ല. ഒരു വീടുകളിലും ഞാൻ ചെന്ന് എനിക്കൊരു അഭിപ്രായം പറയലോ ചെല്ലലോ ഒക്കെ കുറവല്ലേ. പക്ഷേ മഠം ചാടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇരുന്ന് ആലോചിച്ചു, മദർ തെരേസയും മഠം ചാടിയില്ലേ? മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം മഠത്തിൽ നിന്ന് ചാടിയിട്ടാണ് വന്നിട്ട് പുണ്യപ്പെട്ട പ്രവർത്തിക്ക് ഇറങ്ങിയത്. നല്ലവരൊക്കെ മഠം ചാടിയിട്ടുണ്ട്. മഠത്തിനുള്ളിലുള്ളവരാണ് അഡ്ജസ്റ്റ് ചെയ്ത് പാപത്തിനടിമയാകുന്നത്. എനിക്ക് ദൈവവിളി തന്നു എന്ന് പറയുന്ന ഫാദർ ഫെറർ, ഞാൻ പറഞ്ഞു, വച്ചാ നരകത്തിൽ പോകാണ്ട് സൂക്ഷിച്ചോ. നരകസ്വർഗമൊന്നുമില്ല, അതൊക്കെ നമുക്കറിയാം. എന്നാലും കാരണം ഇതിനോട് സമരസപ്പെട്ട് നിൽക്കുന്ന, അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നവർക്കും തെറ്റിൽ ഇതുണ്ട് കേട്ടോ, ശിക്ഷയുണ്ട് ഇല്ലേ? കുറ്റവാളിയെ ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നവരും കുറ്റവാളിക്ക് ചേർന്ന് നിൽക്കുന്നവർക്കും ഒക്കെ ശിക്ഷയില്ലേ? അപ്പോൾ ഇവരൊക്കെ സൂക്ഷിച്ചോട്ടെ. ഇതിൻ്റെ അകത്ത് നിന്ന് ഈ അനീതിക്ക് കൂട്ടുനിന്ന് സാറില്ല, അഡ്ജസ്റ്റ് ചെയ്തു, കണ്ണടച്ചു. ഞാനത് തന്നെയാണ് ചെയ്തിരുന്നത്. എനിക്കത് മനസ്സിലാവും. ഗുഡ് ബുക്കിൽ പേര് വരാൻ വേണ്ടി ഞാനും അത് തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷെ അതല്ല ശരി. എന്തൊക്കെയാണ് ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നപ്പം ഏതൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത് എന്നുള്ളതാ. മഠത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ അവര് ഒരുപാട് ഭ്രാന്തി, പിന്നെ വേശ്യ, അങ്ങനെ ഒരുപാട് പ്രയോഗങ്ങളായിരുന്നു. പുറത്തേക്ക് എത്തിയപ്പം ഇതിനെതിരായിട്ടുള്ള പുറത്തെ സമൂഹവും അങ്ങനെയൊക്കെ തന്നെയാണ് സിസ്റ്റർ വിശേഷിപ്പിച്ചത്. അപ്പൊ സിസ്റ്റർ അനുഭവിച്ചു പോയ അന്ന് അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവല്ലോ. ഇപ്പൊ അതൊക്കെ സിസ്റ്റർക്ക് ശീലായി കഴിഞ്ഞു. അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയുള്ള ഒരു സത്യം പറയുകയാണെങ്കിൽ ഞാൻ അധികം അനുഭവിക്കാതിരുന്നത് പല കാരണങ്ങള്. ഒന്ന്, ഞാൻ കാത്തലിക്സിന്റെ അടുത്ത് ഞാൻ താമസിച്ചില്ല. അതൊക്കെ നമ്മൾ കുറച്ച് പ്രായോഗികമായി ചിന്തിക്കണം. ഗുരുവായൂർ താമസിക്കുമ്പോൾ നമ്മള് ഗുരുവായൂര് ഹിന്ദുസും മുസ്ലിംസേ ഉള്ളൂ, കാത്തലിക്സ് കാര്യമായിട്ടില്ല. അവർക്ക് സംഘടിച്ച് വന്ന് എന്നെ ഒന്നും ഉപദ്രവിക്കാൻ പറ്റില്ല. ഒന്ന് കാല് വെക്കാൻ ഒരു ഇടം കണ്ടുപിടിക്കണം. രണ്ട്, അധികം അത് കാത്തലിക് കമ്മ്യൂണിറ്റിയിലാവാതെ ശ്രദ്ധിക്കണം. കാരണം അവിടെ നിന്നാണ് ഈ കൂരമ്പുകൾ നേരിട്ട് വരും. ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 80% കാത്തലിക്സ് എന്നോടൊപ്പം ഉണ്ടായിരുന്നു, ഉള്ളുകൊണ്ട്. അവരൊക്കെ എന്നെ വഴിയിൽ വെച്ചൊക്കെ എക്സിബിഷൻ സ്റ്റോളിലൊക്കെ കാണുമ്പോൾ ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കൂടെ, ഞങ്ങളൊക്കെ കാത്തലിക്സാണ്. പക്ഷെ പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ്. പള്ളിയിൽ പോകുന്നുണ്ട്.
എന്നാലും ഞങ്ങൾക്കറിയാട്ടോ, ഞങ്ങളൊക്കെ കൂടെയുണ്ട്. ആ ഒരു ഉള്ളിൻ്റെ സപ്പോർട്ട് എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ കുറേ എന്നെ അറിയാത്ത സിസ്റ്റേഴ്സാണ് എന്നെ തുറച്ച് നോക്കിയിരുന്നതൊക്കെ. ഞാൻ ചോദിക്കാം, എല്ലാ കോൺവെൻറ്റിലും എൻ്റെ ഫോട്ടോ എങ്ങാനും അവിടെ നോട്ടീസ് ബോർഡിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവും, ഇവരെങ്ങനെ തിരിച്ചറിയണേ, ഇങ്ങനെ നോക്കും എന്നെ വല്ലാണ്ട്. അപ്പോൾ അവർക്കറിയാലോ ഇത് ഏതോ ഒരു ഭൂതം ദുർഭൂതം എന്നൊക്കെയുള്ള പോലെ. പക്ഷെ എന്നെ അറിയുന്ന സിസ്റ്റേഴ്സ് അതൊരിക്കലും പറയില്ല. അവർക്കറിയാം എൻ്റെ ആത്മാർത്ഥത, ഞാൻ ജീസസിനെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നന്മ കൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അവിടെ നന്മ കാണാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് കണ്ടെത്തി അത് അന്വേഷിച്ചുകൊണ്ട് ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടാണ് പുറത്തിറങ്ങിയത്. എനിക്ക് തോന്നുന്നു ഈ അഭയ കേസ് വന്നതോടുകൂടെയാണ് സഭയിലേക്ക് പൊതുസമൂഹം ആ രീതിയിൽ സഭേനെ ശരിക്കും വിമർശനാത്മകമായിട്ട് നോക്കി തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലെ. അതുവരെ അപ്പൊക്കെ ഞാൻ അകത്താണ് കേട്ടോ, ഞാൻ മഠത്തിനകത്താണ്. അഭയ കേസിന്റെ ഒക്കെ വരുമ്പോ ആദ്യം അവിടെ ആത്മഹത്യ എന്ന് പറഞ്ഞിട്ടാണ്, പിന്നെ കൊലപാതകം എന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ അന്ന് അരക്ഷിതാവസ്ഥയിലായി. ഞാൻ ഒരിക്കലൊരു ഇത് എഴുതിയിരുന്നു, നോഹിന്റെ പേടകം എന്ന് പറഞ്ഞിട്ട്. നോഹയുടെ പേടകത്തിൽ എല്ലാ പാപം ചെയ്യാത്ത മനുഷ്യരെയും ഒപ്പം എല്ലാ സ്പീഷീസിലെ ഓരോ ജോഡിയെയും നോഹ് പേടകത്തിലേക്ക് ആക്കിയിട്ട് ഫ്ലഡ് വന്നപ്പോൾ അവർ നശിച്ചില്ല. അങ്ങനെയാണ് പുതുലോകം പിന്നീട് ഉണ്ടായത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് മഠങ്ങളൊക്കെ നോഹയുടെ പേടകങ്ങളാണ്. ജനം പുറത്ത് പാപമാകുന്ന ഫ്ലഡിൽ കിടന്ന് വിഷമിക്കുമ്പോഴും നമ്മളെയൊക്കെ ഇങ്ങനെ പാപം ചെയ്യാതെ നല്ല പുണ്യ സ്ഥിതിയിൽ ജീവിക്കാൻ ഈ നോഹയുടെ പേടകമാണെന്നൊക്കെ എഴുതിയവളാണ് ഞാൻ. എഴുതി അത് ഞങ്ങളുടെ പ്രൈവറ്റ് സർക്കുലേഷനിൽ അത് പ്രസിദ്ധീകരിച്ചൊക്കെ വന്നിട്ടുണ്ട്. ആ നോഹിൻ്റെ പേടകത്തിലാണോ ഈ സെക്സും കൊലപാതകവും, ഈ ഗ്രൂപ്പ് സെക്സും കൊലപാതകവും ഇതൊക്കെ നടന്നത്? അരക്ഷിതാവസ്ഥയായി. അതുവരെ ഇത് സേഫാണെന്ന് വിചാരിച്ച എൻ്റെ ചിന്താഗതിയിൽ ചോദ്യങ്ങൾ ഉയർന്നു. പിന്നീടാണ് ഞാൻ പലരിൽ നിന്നും അറിഞ്ഞു ഇത് സത്യം നമുക്കെതിരെ തന്നെയാണ്. അപ്പം അന്ന് ഞാൻ സിസ്റ്റേഴ്സിനോട് പറയാറുണ്ട്, അവർക്കൊന്നും അറിയില്ല, ചിന്തിക്കൂല കുറേ എണ്ണം. ഞാൻ പറയേ, അഭയ കേസ് എന്ന് തെളിയുന്നോ അന്ന് നമ്മളൊക്കെ വെയിലും മുഖത്തേക്ക് കെട്ടി നടക്കേണ്ട വരുന്നു. പുറകിലെ മുടിയല്ല മറയ്ക്കേണ്ടത്, മുഖം മറയ്ക്കേണ്ട വരും. അവൻ വെയിലെടുത്തിട്ട് മുഖത്തേക്ക് കെട്ടി നടക്കേണ്ട വരും. പക്ഷെ ഭാഗ്യത്തിന് ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷമാണ് അവരെ അറസ്റ്റ് ചെയ്യലൊക്കെ നടന്നത്. പുറത്തിറങ്ങി അധികം നാളുകളായി ഉണ്ടായില്ല. എന്നെ ദുബായിൽ നിന്ന് ഒരു ജേർണലിസ്റ്റ് വിളിച്ച് പറഞ്ഞു, വലിയ ഇഷ്ടമുള്ളൊരു ജേർണലിസ്റ്റായിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ ടി വി വെക്കേ, ഇന്ന് ത്രൂ ഔട്ട് ടി വി വെക്കുക, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന്. അപ്പോൾ ത്രൂ ഔട്ട് ഞങ്ങളിരുന്ന് കണ്ടു, ഇവർ ഒളിച്ചു നിൽക്കുന്നതും ഇവർ കടക്കാണ്ടിരുന്നതും, ഈ പുതുർക്കയിലിനെയും കോട്ടൂരിനെയും സെഫീനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടാണ് ആ സമയം. മനോരമ ന്യൂസാണ് ഫുള്ള് കാണിച്ചുകൊണ്ടിരുന്നത്. അവരത് കാണിക്കാൻ പാടില്ല, ശരിക്കും സഭയുടെ ആൾക്കാരാണ്. മനോരമയൊക്കെ കുറെ സഭയോട് കൂറുള്ളവരാണല്ലോ, മാമൻ മാപ്പിള. ബിസിനസിന്റെ കാര്യത്തിൽ അങ്ങനെ വരില്ല. ഞാൻ പറയുന്നത് 1-2 വരികൾ ഞാൻ പറയാറുള്ളത്, ക്ലോക്കിൽ നോക്കാണ്ട് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, ആ സുഖം, ആ സന്തോഷം. എപ്പോൾ ഉറങ്ങണം, എപ്പോൾ ഭക്ഷണം കഴിക്കണം. ഇപ്പോൾ ഇങ്ങനെ ഇൻ്റർവ്യൂവിനൊക്കെ വരുമ്പോഴൊന്നും എനിക്ക് എൻ്റെ ഭക്ഷണം റെഡിയാക്കി അല്ലെങ്കിൽ അങ്ങനെ ആക്കി അത് കഴിച്ച് ഇപ്പോൾ 4 മണിക്ക് കഴിച്ച 5 മണിക്ക് കഴിച്ച ആര് ചോദിക്കാൻ? പാത്രങ്ങൾ കഴുകിയില്ലേ ആര് ചോദിക്കാൻ? എനിക്ക് മറ്റത് മുഴുവനും ക്ലോക്ക് നോക്കിയുള്ള ജീവിതമല്ലായിരുന്നു, യാന്ത്രിക ജീവിതം. അതങ്ങടെ അപ്പാടെ മാറിയിട്ടേ 101% ഫ്രീഡം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ആ ലെവലിൽ ഞാൻ പറയും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനാണ്. ഈ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണോ സിസ്റ്റർ സഭ വിട്ടത്? അങ്ങനെ ചോദിച്ചാൽ അല്ല, ഞാൻ അത് ചിന്തിച്ചിട്ടില്ല. ഞാൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു മെൻ്റലാക്കുന്ന ആ ശിക്ഷാ നടപടിയിൽ നിന്ന്. അല്ലായിരുന്നെങ്കിൽ ഇന്നും ഞാൻ മഠത്തിലുണ്ടായേനെ. വേറെ ഏത് ശിക്ഷയാണ് എനിക്ക് തന്നെങ്കിലും, എന്നെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നെ ഏതെങ്കിലും മഠത്തിലേക്ക് വിട്ടു, അതൊക്കെ ഞാൻ ചെയ്യാം. കാരണം അതൊക്കെ ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യും, അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി ചെയ്യും. പക്ഷേ മെൻ്റലാക്കാൻ നോക്കിയപ്പോൾ അങ്ങനെ എനിക്കൊരു ജീവിതം വേണ്ട. പാപം ചെയ്യാത്ത പുണ്യം ചെയ്യാത്ത ഒരു വ്യർത്ഥമായൊരു ജീവിതം, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇറങ്ങിയത്. ഞാനൊരു പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ പറയുന്നവരുണ്ട്. ഒരു ചർച്ചയിലിരുന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ പെൻഷൻ്റെ അങ്ങോട്ട് ടോപ്പിലേക്ക് ആവണ നേരത്ത് നോക്കി എനിക്കറിയില്ല എത്ര ശമ്പളം എന്ന് വരെ എനിക്കറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചറിയുക ചെയ്തത്. എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് അവിടെ ഓഫീസിലെ മെയിൻ ആള് കവിത. അപ്പോൾ കവിതയോടൊക്കെ ഞാൻ ചോദിക്കും, എനിക്ക് എത്രയായിരുന്നു മോളെ ശമ്പളം എന്ന്. ഞാൻ നോക്കാറില്ല, നമുക്ക് കിട്ടാത്തത് എന്തിനാ നോക്കണം. എനിക്ക് രൂപയൊക്കെ എണ്ണാൻ അറപ്പാണ്. എന്നുവെച്ചാലേ അതൊരു നമുക്ക് പൈസ എണ്ണാന്ന് പറഞ്ഞാൽ അത് നമുക്കൊന്നും ഉള്ളതല്ല. വെറുതെ പൈസ എണ്ണാന്ന് പറഞ്ഞാൽ അതൊരു ചവറ് പോലെയല്ല. അത് ശരി, കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് നമുക്ക് തൊടു പോലും ഇല്ല. നമുക്ക് ശമ്പളം നമ്മൾ കൈകൊണ്ട് തൊടുന്നില്ല. ഇവർ കുട്ടിച്ചാക്കിലാക്കി കൊണ്ടുപോവുക ചെയ്യാം.
ഞാൻ പ്രിൻസിപ്പളായിരിക്കുമ്പോൾ പോലും ഒപ്പിട്ട് കൊടുത്ത് ശമ്പളം വന്നു എന്ന് പറഞ്ഞാൽ സിസ്റ്റേഴ്സിൻ്റെ മുഴുവൻ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടാവും. ആദ്യം അതെടുത്ത് കുട്ടിച്ചാക്കലാക്കി പ്രിൻസിപ്പാൾമാരെ അടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് ടീച്ചേഴ്സിന്റെ ഒക്കെ ഒന്നുകിൽ കവറിലാണ്. നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഒന്നും വേണ്ടിയിട്ട് ഒരു രൂപ പോലും നത്തിങ്. എല്ലാം നമ്മൾ സഭയ്ക്ക് എഴുതി കൊടുത്തിട്ടാണ് നമ്മൾ പോണത്, നമ്മൾ കയറണത്. അത് അറിവോട് കൂടിയാണല്ലോ, നമുക്ക് അതിൽ പരിഭവമില്ല. പക്ഷേ പലപ്പോഴും ഇപ്പോഴങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആദ്യകാലങ്ങളിൽ ഈ പെൺകുട്ടികൾ ഇപ്പം സിസ്റ്ററുടെ ഇഷ്ടത്തിന് ആഗ്രഹിച്ചു പോയതാണ്. പലപ്പോഴും വീട്ടുകാർ നേർന്നിട്ടോ അല്ലെങ്കിൽ വീടിന്റെ ദാരിദ്ര്യം കൊണ്ടോ ഒക്കെ എന്നുള്ളത് ഞാൻ അത്ര അംഗീകരിക്കുന്നില്ല. ദാരിദ്ര്യം കൊണ്ട് പോകുന്നവരുണ്ട്, പോവാൻ അവള് പോട്ടെ എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ട്, അതിനു വേണ്ടി പരിശ്രമിക്കുന്ന മാതാപിതാക്കളുണ്ട്. അതെ, അങ്ങനെ പോകുന്നവർക്ക് അപ്പൊ വീടിന് അവരെ കൊണ്ട് എന്ത് ഗുണമാണ് കിട്ടുന്നത്? പ്രാർത്ഥന, പുണ്യത്തിനല്ലേ വിട്ടിരിക്കണേ. അവർക്ക് ഭക്ഷണം കൊടുക്കണ്ട വീട്ടില്, അവർക്ക് പ്രാരാബ്ദമില്ല. ഒരെണ്ണം കുറഞ്ഞു, 7 മക്കളിൽ ഒരെണ്ണം മഠത്തിലായി, ഞാൻ 6 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കിയാൽ പോരെ. ഒന്ന് പിന്നെ അവൾക്ക് ഗമ, ഇവർക്ക് പറയാം ഇന്ന മഠത്തിലാണ്, കോളേജിലാണ്, അല്ലെങ്കിൽ സ്കൂളിലാണ് എൻ്റെ മോള് എന്ന് പറയാം. പിന്നെ അവർ പ്രാർത്ഥിക്കുന്നു, അതല്ല ഏറ്റവും വലിയ കാര്യം. എന്നോട് അമ്മ പറഞ്ഞു, മോളെ നീ പ്രാർത്ഥിക്കാനായിട്ട് പോവാണല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് നെറ്റീമ കുറിച്ച് വരയ്ക്കാൻ നേരം ഉണ്ടായിരുന്നില്ല പണിയെടുത്തിട്ട്. ഞാൻ എൻ്റെ സ്പിരിച്വൽ ഫ്രണ്ടായിട്ടുള്ള സിസ്റ്ററോട് പറഞ്ഞു, ദൈവമേ എൻ്റെ അമ്മ പ്രാർത്ഥിക്കാൻ ഇഷ്ടം പോലെ കിട്ടൂലോ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ മഠത്തിലേക്ക് വിടുമ്പോൾ സന്തോഷിച്ചത്. എനിക്ക് ഒരു 5 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ സിസ്റ്ററെ. പണികൾ ഇങ്ങനെ മീതെ വരുമ്പോഴേ ഒരു ദിവസം ഞാൻ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ വെച്ചിട്ട് വിമലയിൽ കോൺവെൻറ്റിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രിൻസിപ്പലല്ല വൈസ് പ്രിൻസിപ്പൾ വന്ന് തോണ്ടി, നീയല്ലേ ഇപ്രാവശ്യത്തെ പാൻഡമൈം ചെയ്യാനുള്ള ആള്, ഇവിടെ കുത്തിയിരിക്കുക, നമ്മളെല്ലാം റെഡിയാക്കി എൻ്റെ സിസ്റ്ററെ. അവിടെ വന്നിട്ട് അവിടെ എന്തൊക്കെയാണ്, അവിടെ നിൽക്കുക, ഇവിടെ പള്ളിയിൽ കുത്തിയിരുന്നു പ്രാർത്ഥിക്കാൻ വന്നിരിക്കണേ. എന്നെ വഴക്ക് പറഞ്ഞ് പിടിച്ചോണ്ട് പോയി. അപ്പം ഞാൻ ആ സിസ്റ്ററോട് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞ എന്താണെന്നറിയോ, നീ ദിവസം കുളിക്കാറില്ലേ, 5 മിനിറ്റെങ്കിലും എടുത്ത് കുളിക്കാറില്ലേ, കുളിക്കുമ്പോൾ നീ പ്രാർത്ഥിച്ചോ. പല ദിവസങ്ങളിലും കുളിക്കുന്ന 5 മിനിറ്റാണ് ഞാൻ ഈശോയേന്നൊരു വിളിയുണ്ട്, പിന്നെ എല്ലാ നേരത്തുള്ള വിളിയുണ്ട്, അത് പ്രാർത്ഥനയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എന്നെ ദൈവം ഒരു തരത്തിൽ രക്ഷിച്ചത് എൻ്റെ പെൻഷനാണ്, ജസ്റ്റ് പെൻഷൻ, PF ഇല്ല. സിസ്റ്റേഴ്സ് ടാക്സും PF ഒന്നും അടയ്ക്കേണ്ട, അതൊന്നും ആളുകൾക്ക് അറിയില്ല, അറിയാത്ത ചില കാര്യങ്ങളാണ്. അപ്പം ഞങ്ങൾ ടാക്സും അടയ്ക്കില്ല, PF അടയ്ക്കില്ല, ഞങ്ങൾ 1 രൂപ ഒരാൾക്ക് കൊടുക്കും. അതായത് ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിലും ഇതൊന്നും ചെയ്യണ്ട. അത് അങ്ങനെയൊക്കെ ഈ മൈനോറിറ്റി റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവരാക്കി വെച്ചിരിക്കുകയാണ്. മൈനോറിറ്റി റൈറ്റിന്റെ ഭാഗങ്ങൾ ചാരിറ്റി ചെയ്യുന്നു, അത്ര ചാരിറ്റി ചെയ്യുന്നു, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരുപാട് പേര് സിസ്റ്റേഴ്സ് ഡൽഹിയിൽ പോയി അവരെ സ്കൂളൊക്കെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്കാൻ വേണ്ടി തലകുത്തി മറിഞ്ഞിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ ഒരു TT ആണ് വന്ന് ചോദിച്ചു, സത്യമാണോ നിങ്ങൾ ടാക്സ് അടയ്ക്കില്ലേ? ഇല്ല. അത് തെറ്റാണ് ശരിക്കേ. കാരണം എന്താ വെച്ചാൽ ഞങ്ങളിലൂടെ പേരിലൂടെ വരുന്നത് ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ശരി. പക്ഷേ ഈ ജനറാളമ്മയും പ്രൊവിൻഷ്യാളമ്മയും ഒക്കെ എങ്ങനെയാണ് അത് ഉപയോഗിക്കണേ? എന്ത് ഓഡിറ്റ് ഉണ്ട്, ഇൻറ്റേർണൽ ഓഡിറ്റ്. ഞങ്ങളുടെ സിസ്റ്റർമാരെ ഓഡിറ്ററാക്കി പഠിപ്പിച്ച് വെച്ചിരിക്കുക. അതിന് മുൻപ് ചില പുരുഷന്മാർ ഉണ്ട്, അവർ ഓഡിറ്റേഴ്സ്, ഞങ്ങളോട് ഫേവറബിൾ ആയിട്ടുള്ള ഓഡിറ്റേഴ്സ്. അവർ ഞങ്ങൾക്ക് പൊത്താനും ഒടിക്കാനും ഒക്കെ പഠിപ്പിച്ചു തരും. അങ്ങനെ ചെയ്യുന്നു. ഓഡിറ്റിംഗ് ഉണ്ട്, ഇല്ലയെന്ന് പറയില്ല. ഇതാണ് സ്ഥിതി. അപ്പോൾ അതുമില്ല. ഇനി PF അടയ്ക്കില്ല. അപ്പോൾ അത് PF അടയ്ക്കാതിരിക്കാൻ ഇപ്പം എൻ്റെ പേര് മേമി റാഫേൽ സി എന്നായിരുന്നു. അപ്പം എൻ്റെ മുമ്പിൽ സിസ്റ്റർന്ന് എഴുതണം, SR, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി സാലറിന്ന് അത് പിടിക്കും. അപ്പോൾ അവർ ചീത്ത പറയും, ആരെങ്കിലും SR എന്ന് എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ വഴക്ക് പറയും, ഞങ്ങൾക്ക് പുലിവാലുണ്ടാക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ PF ഇല്ല. PF അടയ്ക്കാത്ത ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് PF ഉണ്ടോ? അടച്ചാലല്ലേ കിട്ടുള്ളൂ. എനിക്ക് വേണമെന്നല്ല ഞാൻ പറയണേ, എനിക്ക് ആവശ്യത്തിന് ദൈവം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സർക്കാർ തരുന്നുണ്ട്. മഠം 1 രൂപ തന്നില്ല, വീട്ടിൽ നിന്ന് 1 രൂപ കിട്ടിയില്ല. അവരൊക്കെ വീട്ടുകാർ ഇപ്പോൾ മേടിക്കാനുള്ള വഴികളൊക്കെ നോക്കുന്നുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ 2ആയി തരംതിരിച്ചിരിക്കുകയാണ്. ഒന്ന്, മഠത്തിലുള്ളപ്പോൾ എൻ്റെ പ്രിവിലേജിലൂടെ ഗുണം കിട്ടാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ്, അഡ്മിഷൻ കിട്ടും, പല പല കാര്യങ്ങളും നടക്കും, ഹാള് കിട്ടും, പല ഇൻഫ്ലുവൻസും എനിക്ക് പറ്റും. അതിനുശേഷം എന്നെക്കൊണ്ട് ഒരു ഉപകാരവും ഇല്ലാത്ത പുറത്തിറങ്ങിയ ജസ്മി, ഒരു അഡ്മിഷൻ കിട്ടില്ല, എൻ്റെ പേര് പറഞ്ഞാൽ ഉള്ള അഡ്മിഷൻ കളയും. ഞാൻ പലരോടും പറയും, നിങ്ങൾ എൻ്റെ പേര് പറയരുത്, ഇങ്ങനെ ഒരാളിലൂടെ അന്വേഷിച്ച് നോക്കൂ, ഇങ്ങനെ ചെയ്തു നോക്കൂ എന്നൊക്കെ പറയും. പക്ഷേ പേര് അപ്പോൾ എന്നിട്ടും എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അതാണ് യഥാർത്ഥ ഫ്രണ്ട്സ്. അത് ശരിക്കും ഒരു ടെസ്റ്റാണ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ.
ഒരു ഉപകാരം എന്നെ കൊണ്ടില്ല. എന്നിട്ടും എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ സ്നേഹമാണ്. മഠം വിട്ട ശേഷം എത്ര കഴിഞ്ഞിട്ടാണ് ആമേൻ എഴുതുന്നത്? അതിനൊരു ധൈര്യം തന്നെ വരണല്ലോ, കാരണം അതിനകത്ത് അപ്പൊ തന്നെ എഴുതി തുടങ്ങി. ആ അതായത് ഞാൻ 3 മാസം എനിക്ക് ആരെയും കാണണ്ടെന്ന് പറഞ്ഞത് ഇത് എഴുതാനാണ്. ശരി. എന്നിട്ട് ലാപ്ടോപ്പിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാണ്. ആമേൻ എഴുതണം എന്നുള്ളത് മഠത്തിൽ ഇരിക്കുമ്പോഴേ തീരുമാനിച്ചതാണ്? നോ ഞാൻ അതും ആ ആമേൻ്റെ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട്. അതായത് ഞാൻ ഇതിൽ ട്രെയിനിൽ കയറി പോരുകയാണ് ഡൽഹിയിൽ നിന്ന്. അപ്പോൾ ട്രെയിനിൽ ലഗേജൊക്കെ കയറ്റി പോരുമ്പോൾ എനിക്ക് ടിക്കറ്റ് പൈസ ഇല്ല, പൈസ ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. മടത്തിൽ നിന്ന് കിട്ടിയ പൈസ നമുക്ക് ചിലവിന് വേണ്ടി തരണത്. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കാനായിട്ട് ഷീലേനെ എൻ്റെ ക്ലാസ്മേറ്റിനെയാണ് ഏൽപ്പിച്ചത്. അതിൽ എനിക്ക് തലേന്ന് ടിക്കറ്റ് തരികയാണ്. പിറ്റേ ദിവസം രാവിലെ പോകണം. ടിക്കറ്റ് കിട്ടുമ്പോൾ അതിൽ എറണാകുളം എന്ന് എഴുതിയിരിക്കണം. ഞാൻ മംഗള എക്സ്പ്രസ് എടുത്തത് കാലിക്കറ്റിൽ ഇറങ്ങി നന്ദിനിയുടെ വീട്ടിൽ പോകാനാണ്. അപ്പോൾ എറണാകുളത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വീണ്ടും പൈസ കൂടുതലായില്ലേ ടിക്കറ്റിന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഷീല ഇത് എന്താ ഇത് എറണാകുളത്തേക്ക് എടുത്തിരിക്കണേ, ഞാൻ കാലിക്കറ്റിൽ ഇറങ്ങില്ലേ, കാശ് വെറുതെ പോയില്ലേ എന്ന് ചോദിച്ചു. ഷീല പറഞ്ഞു, ഞാൻ ആ ഏജൻറ്റിനെ എഴുതി കൊടുത്തതാണ് കാലിക്കറ്റിൽ നിന്ന്. അയാൾ എന്തെങ്ങനെ ചെയ്ത എറണാകുളത്താണ് ഇത് അവസാനിക്കണത്, അയാൾ വേണമെങ്കിൽ തൽക്കാലം എടുത്തതല്ലാന്ന് തോന്നുന്നു. അപ്പോൾ പറഞ്ഞു, ഒരു 50 രൂപ അങ്ങനെ കൂടി ഉണ്ടാവും മേമി, അതിന് വേണ്ടി നീ ഇങ്ങനെ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞു എന്നോട്. എന്നിട്ട് അത് ദൈവത്തിൻ്റെ കൃപയായിരുന്നു എന്നുള്ളത് അത് ആമേൻ്റെ തുടക്ക ഭാഗത്ത് അത് എഴുതിയിട്ടുണ്ട്. അതായത് ട്രെയിനിൽ കയറിയപ്പോഴാണ് നന്ദിനി പറയണത് അവിടെ ഒക്കെ പൊളിച്ച് പണിത് തുടങ്ങി. 2 ദിവസം മുൻപാണ് തീരുമാനമായത്. എല്ലാം പൊളിച്ചിട്ട് അവർ മുകളിലേക്ക് പണിയാണ്. അപ്പോൾ ഒന്നും വെക്കാൻ, എൻ്റെ ബാഗ് പോലും വെക്കാൻ അവിടെ സ്ഥലമില്ല. പിന്നെ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛന് തന്നെ ബാത്റൂമിലേക്ക് പോകാൻ എല്ലാം ഒതുക്കിയിട്ട് ഒരു വഴി ഉണ്ടാക്കിയിരിക്കുക. അപ്പം നീ വന്നാൽ എന്ത് ചെയ്യും, എവിടെ നിൽക്കും? അതൊരു പ്രശ്നം തന്നെയാണ്. പക്ഷെ അത് ട്രെയിനിൽ കയറുമ്പോഴല്ല പറയണ്ടേന്നുള്ളതാണ് പ്രശ്നം. അപ്പം ഞാൻ ആ ട്രെയിനിലിരുന്നിട്ട് പിന്നീട് നന്ദിനിയെ പോലെ പറഞ്ഞിട്ടുള്ള ഒരാൾ ജയശ്രീ ടീച്ചറാണ്, എറണാകുളത്താണ്. അപ്പോൾ ടീച്ചറെ ഞാൻ ലാൻഡ് ഫോണിൽ വിളിക്കുകയാണ്. അപ്പോൾ ആ ലാൻഡ് ഫോണിൽ വിളിക്കുമ്പോൾ ടീച്ചർ ഭാഗ്യത്തിന് അവിടെ ഉണ്ട്, അതുകൊണ്ട് എടുത്തു. ആൾക്ക് ഇതൊന്നുമില്ല, മൊബൈലൊന്നുമില്ല. അപ്പോൾ ഫോൺ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ടീച്ചറെ ഞാനൊന്ന് അങ്ങോട്ട് വരട്ടെ, എനിക്ക് ഇവിടെ ഒരു പ്രശ്നം വരുന്നു കാലിക്കറ്റിൽ. അപ്പോൾ എൻ്റെ ടിക്കറ്റ് എറണാകുളം വരെ വെച്ചിരിക്കുക, ദൈവത്തിനറിയാം ഞാൻ കാലിക്കറ്റിലല്ല പോവുക, എറണാകുളത്താണെന്ന്. അപ്പോൾ ഷോക്കാവാണ് നമ്മൾ. അപ്പോൾ തുടങ്ങി ഞാൻ അത്ഭുതങ്ങൾ അതുവരെ കണ്ടു. ഇതും കൂടി, ഈ ടിക്കറ്റ് അത്ഭുതം കൂടി ആയപ്പോൾ ഞാൻ ഉടനെ മനസ്സിൽ തീരുമാനിച്ചു, ഞാനിത് എഴുതും. എനിക്ക് ഈശോയുടെ അത്ഭുതം എനിക്ക് വേണ്ടി ചെയ്ത ഓരോ നിമിഷവും ടോർച്ചടിച്ച്, കാർഡിനൽ ന്യൂമാൻ പറഞ്ഞില്ലേ, ഓരോ നിമിഷവും ടോർച്ചടിച്ച് എനിക്ക് അത്ഭുതങ്ങൾ ചെയ്തു തന്ന അത് എനിക്ക് എഴുതാതെ പറ്റില്ല. അപ്പോൾ ഈ മംഗള എക്സ്പ്രസ് ആയിരിക്കും എൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിന് ഈ ജേണി. അതങ്ങനെ ഞാൻ ചെയ്തത്. സിസ്റ്റർ കൂടെ അന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ടാവല്ലോ, അവരൊക്കെ ശരിക്കും ഈ ഒരു സിസ്റ്റർ പോലെ ഉൾവിളി ഉണ്ടായിട്ട് വന്നവരാണോ അതോ പിന്നെ വിളി ഉണ്ടായിട്ട് വന്നവരും ഉണ്ട്. വളരെ കൂടുതലും എങ്ങനെയാണ് ശരിക്കും? ഞാൻ പറയും 1% വിളിയുള്ളവർ, 99% വെറുതെ ഉടുപ്പിട്ട് നടക്കണവർ, 1% വിളിയുള്ള അച്ഛന്മാരുണ്ട്. 1%. അപ്പോൾ 99% എനിക്ക് ഒന്ന് ജീവിക്കാൻ വേണ്ടി, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെയും കുറെ ശതമാനം. ശരിക്കും സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട കുടുംബത്തിൽ നിന്ന് മഠത്തിലേക്ക് എത്തുന്നുണ്ടോ ആളുകൾ? വരുന്നുണ്ട്. ഞങ്ങൾ CMCയിലെ ആദ്യകാലങ്ങളിൽ അങ്ങനെയുള്ളവരെ എടുക്കുള്ളൂ. താഴെക്കടയിലുള്ളവരെ എടുത്തിരുന്നില്ല. പിന്നെ ആളെ കിട്ടാണ്ടായപ്പോൾ ഒരു തലമുറ കഴിഞ്ഞപ്പോൾ അപ്പോൾ ആ തറവാട്ട് മഹിമ. അതെന്തുകൊണ്ടാ അങ്ങനെ എടുത്തുകൊണ്ടിരുന്നത്? ഞങ്ങൾ വലിയ ആദ്യ തറവാട്ടുകാരാ, CMCക്കാര്. ഞങ്ങൾ അങ്ങനെ ചുമ്മാ താഴെ മഠത്തിലേക്കാണെങ്കിലും ആദ്യത്വം വിടൂല. ഞങ്ങൾ ആദ്യത്വം വിടില്ല. ഞങ്ങൾ വലിയ അത് താഴത്തെ പിതാവ് ഒരിക്കൽ എന്നെ കണ്ടപ്പോൾ, അന്ന് പിതാവല്ല അന്ന് അച്ഛനായിരുന്നു, ഇപ്പൊ പറഞ്ഞു, നിങ്ങൾ വലിയ വലിയ ടീച്ചർമാരും വലിയ തറവാട്ടുകാരും അല്ലേ, ബാക്കി ക്ലാരക്കാർക്ക് കുട്ടികളെ കിട്ടുന്നുണ്ട്, അവരൊക്കെ ചേച്ചിമാരാണ് കുട്ടികളുടെ, അത്ര വലിയ ആദ്യ തറവാട്ടൊന്നുകാരൊന്നുമല്ല, അതുകൊണ്ട് അവർക്ക് ആളെ കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങളിങ്ങനെ മേപ്പെട്ട് കയറിയല്ലേ ഇരിക്കുമല്ലോ എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞങ്ങളും താഴേക്ക് ഇറങ്ങി ചാക്കുപിടുത്തം ഞങ്ങൾക്ക് ഉണ്ട്. അങ്ങനെ കുറെ പേര് ഞാനുള്ളപ്പോൾ തന്നെ കുറെ താഴെക്കടയിൽ നിന്ന് വന്നു. ഇപ്പം വന്നു ചേരുന്നതല്ല, നിങ്ങൾ പോയിട്ടും ആളുകളെ അതിലേക്ക് എത്തിക്കുന്നുണ്ട്. വന്നു ചേരുന്നവരിൽ ഞങ്ങൾ തിരയും, ഞങ്ങൾ പേടൊക്കെ എടുത്ത് മാറ്റും. പാവപ്പെട്ട കുട്ടികളിൽ എത്ര പേരെ പറഞ്ഞു വിട്ടിരിക്കണേന്നറിയോ? ഞങ്ങളുടെ മഠത്തിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്ക് കാശില്ല, എന്നിട്ട് കോളേജിൽ നിന്നാണ് തരേണ്ടത്. ഞങ്ങളുടെ കാശൊക്കെ അവരല്ലേ കൊണ്ടുപോകണത്, മദർ ഹൗസിലേക്കല്ലേ. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ കോളേജ് മഠമല്ലേ, ആ കുട്ടിക്കുള്ള കാശ് നിങ്ങൾ എടുക്കണമെന്ന്.
അപ്പോൾ ആകെ പ്രശ്നമായി. ഇതിങ്ങനെ തുടങ്ങിയാൽ ഇനി 2-3 പാവപ്പെട്ടവരെ നമ്മുടെ അവിടേക്ക് വിട്ടിട്ട്, ആസ്പിരൻ്റ് ആണ് കുട്ടി, അപ്പോൾ നമ്മൾ എടുക്കണം എന്ന് പറഞ്ഞാൽ ഇതൊരു തുടക്കമായി ആവുമല്ലോ, പറ്റില്ല, നമ്മുടെ കാശൊക്കെ എടുത്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ് ഡിസ്കഷൻ കുട്ടിയുടെ. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ വലിയാങ്ങളെ അന്ന് ദുബായിലായിരുന്നു. വലിയാങ്ങളുടെ ഒരു മോള് മരിച്ചു പോയില്ലേ ചെറിയ ചെറുപ്പത്തിൽ. അതിന് ബിന, എന്താണ്, അനു എന്നാണ് പേര്, അനു. ഇതൊരു ബിന വലിയാങ്ങളുടെ ഒരു മോളായിട്ട് കണക്കാക്കിയിട്ട് അന്ന് എത്രയാ 150 രൂപയുടെ ഒരു മാസം കൊടുത്താൽ മതി. അന്ന് വലിയ സംഖ്യയാണ്. മാസം ഒരു 150 രൂപ എനിക്ക് അയക്കുമോ? അപ്പോൾ വലിയാണ് ശരിയെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട്ടുകാരെ കുറേ പൈസയിൽ വളർന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാൻ തയ്യാറാണ്, പെട്ടെന്ന് സമ്മതിക്കും. അങ്ങനെ നാത്തൂന് എല്ലാ 1-ാം തീയതി ഈ രൂപയും കൊണ്ടുവരും. അങ്ങനെ അപ്പോൾ പിന്നീട് ഒരു സിസ്റ്ററിൻ്റെ ബന്ധുവായിരുന്നു ഈ കുട്ടി. അപ്പോൾ സിസ്റ്റർ ഒരു വർഷം കഴിഞ്ഞിട്ട് അറിയണത് നീയാണ് ഇങ്ങനെ സഹായിച്ചതെന്ന്. അത് നമ്മൾ ആരോടും പറയൊന്നുമില്ലല്ലോ. പക്ഷെ അവള് പറഞ്ഞു, അപ്പോൾ അവളെന്നും എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടെന്നും പറഞ്ഞു. ആ കുട്ടീനെ ദരിദ്ര കുട്ടി ഞങ്ങളുടെ മഠത്തിൽ നിന്ന് വിട്ടു. അവൾ പോയി വേറെ കോൺഗ്രേഷനിൽ സുന്ദരമായി കന്യാസ്ത്രീയായി. അതുപോലത്തെ എത്ര പാവപ്പെട്ടവരെ വിട്ടിട്ടുള്ള കഥ പറയണം. പണവും ഇൻഫ്ലുവൻസും. പണമില്ലെങ്കിലും രാഷ്ട്രീയമായി ഇൻഫ്ലുവൻസ് ഉള്ള വീടുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് പേടിയുണ്ടാവും. അപ്പൊ അങ്ങനത്തെ വീടുകളിൽ നിന്ന് വന്നവര് ഇന്ന് എന്താണ് സ്ഥിതി? ഇപ്പം മഠത്തിലേക്ക് ഈ ഒരു ആകർഷണം ഉണ്ടാവുന്നുണ്ടോ പെൺകുട്ടികൾക്ക്? കുറവ്. അതല്ല ഇപ്പൊ എന്നും ചർച്ച ചെയ്യണത്. ഒരു ചർച്ചയിൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു നൗഷേറ്റിൽ ഒരു കുട്ടി മാത്രമായി മാറി, ഒരു കുട്ടി മാത്രം. അപ്പൊ ഞാലക്കുടയും മറ്റു എവിടെയാന്ന് അങ്ങനെ കേട്ടു. അപ്പൊ അവരെ തൃശ്ശൂർ കൊണ്ടുവന്നിട്ട് അവരും കൂടിയായിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എണ്ണം വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവരെങ്ങനെയെങ്കിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോഴും കുറെ അന്ധരായിട്ടുള്ള മാതാപിതാക്കളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചർച്ച വന്നു എന്തുകൊണ്ടാണ് കുറയണേ. അപ്പോൾ പോൾ തേലക്കാട്ട് ചർച്ചയിലുണ്ട്, ഞാനുണ്ട്. അപ്പോൾ പോൾ തേലക്കാട്ട് പറഞ്ഞത് ഒന്നാമത്തെ കാരണം കുടുംബങ്ങളിലൊക്കെ 1-2 ഉള്ളൂ. രണ്ടാമത്തെ കാരണം അവിടെ സുഖലോലുപതയാണ്. അത് ഉപേക്ഷിച്ച് വരാൻ അവർക്ക് ഇഷ്ടം വരുന്നില്ല. 1-2 ഉള്ളൂ. അവർക്ക് എന്തുള്ള സുഖലോലുപത വീടുകളിൽ, എത്ര ദരിദ്ര വീട്ടിലും സുഖലോലുപതയുണ്ട്, അതുകൊണ്ട് വരുന്നില്ല. ഈ 2 കാരണം കൊണ്ടാണ് എണ്ണം കുറയണേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ കാരണം അഭയ കേസ് ഇങ്ങനെ നിൽക്കും തോറും, അത് വേഗം തെളിഞ്ഞിരുന്നെങ്കിൽ അത് മറന്നുപോയേനെ. ഇത് വർഷങ്ങളോളം ഇങ്ങനെ ഡയോക്ലേഷ്യൻ്റെ വാള് പോലെ നിൽക്കണ കാരണം ജനം വിടില്ല. രണ്ടാമത്തെ കാരണം ആമേൻ. അത് വായിക്കുന്ന ആരും മാതാപിതാക്കളാരും അവരുടെ മക്കളെയോ പെങ്ങന്മാരെയോ ഒരാങ്ങളെയും വിടില്ല. മൂന്നാമത്തെ കാരണം ഇവിടെ സന്യാസമില്ല, സുഖലോലുപത മഠത്തിലാണ് സുഖലോലുപത എന്ന് പറഞ്ഞാൽ. സുഖലോലുപത സ്വാതന്ത്ര്യത്തിൻ്റെ സുഖലോലുപതയല്ല, കഷ്ടപ്പാടുകളുണ്ട്. പക്ഷേ അവിടെ തിന്നാനും കുടിക്കാനൊന്നും കുറവില്ലല്ലോ, ഫാനിൻ്റെ ചോട്ടിലിരിക്കാൻ കുറവില്ലല്ലോ. ഏത് വീട്ടിൽ നിന്ന് വന്നവരും മേയ്ക്കുന്ന ഒരു ലീഡറല്ലേ, തൊഴിലാളികളെ മേയ്ക്കുന്ന ഒരു സിസ്റ്റർ. അത് പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നതാവാം, കഴിവുകളൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവളൊരു നേതാവാണ്. ഇവിടെ വന്ന് അവൾക്ക് കൽപ്പിക്കാൻ ആളുകളുണ്ട്. കിച്ചണിലെ സിസ്റ്റർക്കും അവിടെ നിറച്ച് തൊഴികളുണ്ട് ചുറ്റും. അപ്പോൾ ഈ പദവിയിൽ ഇങ്ങനെ ഇരിക്കുന്ന അത് എവിടെ കിട്ടും? വീടുകളിൽ കിട്ടുമോ? കല്യാണം കഴിഞ്ഞ് പോയടുത്ത് കിട്ടുമോ? അപ്പോൾ ഇതൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇവിടെ സന്യാസമില്ലാത്തത് കൊണ്ടാണ് വരാത്തതെന്ന് ഞാൻ പറയും. സന്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും സന്യാസം ആഗ്രഹിക്കുന്ന കുറച്ച് കുട്ടികൾ വന്നേനെ, ആ മിസ്റ്റിക് ലൈഫ് ഇഷ്ടമുള്ളവർ വന്നേനെ. അതുമില്ലല്ലോ ഇവിടെ എന്ന് പറഞ്ഞൊരു ഇത് ഓർക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പല പല കാരണങ്ങളിൽ പെട്ടതാണ്. എണ്ണം കുറയുന്നുണ്ട്. അപ്പോൾ അതിന് അവർക്കൊക്കെ എന്നോടൊക്കെ നല്ല വിഷമം ഉണ്ടാവും. പക്ഷെ ഞാൻ പറയണേ, എന്തിനാ ഇത്? എൻ്റെ ഇതും കൂടി ഞാൻ പറയാം. അതായത് ഇനി മതം തള്ളിക്കളയേണ്ട കാലം അതിക്രമിച്ചു. ഞാൻ ഈ ടെററിസത്തെ പറ്റി പറയും. ടെററിസം നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് മുസ്ലിംസിലാണ്. അതാണ് ഐ എം എ മുസ്ലിം ബട്ട് ഐ എം നോട്ട് എ ടെററിസ്റ്റ് എന്ന് ഷാറുഖ് ഖാൻ ഒരു കഥാപാത്രം വിളിച്ചു പറഞ്ഞതൊക്കെ ഒരു സിനിമയിൽ. അപ്പോൾ അത് നമ്മളങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ RSS ഭീകരതയും BJP ഭീകരതയൊക്കെ വന്നിട്ട് ടെററിസം അതിലും ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പം എല്ലാവരും വിചാരിക്കും ക്രിസ്ത്യാനിറ്റിയിൽ ഇതില്ല. മണ്ടത്തരത്തിൻ്റെ മണ്ടത്തര. ഏറ്റവും തീവ്രതയുള്ളത് ക്രിസ്ത്യാനിറ്റിയിലാണ്. അണ്ടർഗ്രൗണ്ട് ടെററിസമാണ്. അത് ഭയപ്പെടണം. മറ്റ് ടെററിസ്റ്റിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് നമുക്ക് കോടതിയിൽ കൊണ്ടുപോകാം. ഈ TJ ജോസഫിൻ്റെ കൈ വെട്ടിയവരെ കേസാക്കിയിട്ട് കോടതിയിൽ കൊണ്ടുപോയി. അദ്ദേഹം കൈവെട്ടപ്പെട്ടതിന് ശേഷം അയാളുടെ ജോലി കളഞ്ഞ ആ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിനെ ആർക്കെങ്കിലും കേസ് കൊടുക്കാൻ പറ്റുമോ? എന്തെങ്കിലും ശിക്ഷ അവർക്ക് കിട്ടുമോ? കിട്ടില്ല. ഈ ടെററിസമാണ് പേടിക്കേണ്ടത്. അടീക്കോടെ നൊഴിഞ്ഞു വരുന്ന ടെററിസം.
ചിരിച്ച് നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ കടാര നെഞ്ചിലിറങ്ങിയിട്ടുണ്ടാവും. അകലെ നിന്ന് നോക്കുന്നവരൊക്കെ അവർ ചിരിച്ച് സൗഹൃദ സംഭാഷണത്തിലാണ്. ഇയാൾ അടുത്ത നിമിഷം വീണ് മരിച്ചിട്ടുണ്ടാവും. ആരും അറിയില്ല, ആരും പറയൂല ഇയാളെ കുത്തിയെന്ന്. അവർ ചിരിച്ചാൽ നിൽക്കണ്ടായിരുന്നു. ഇത് ഭയപ്പെടേണ്ട ഒരു ടെററിസാണ്. ഇത് ഞാൻ കുറച്ച് നാളുകളായി പറയുന്നു. എനിക്ക് സഭയോട് ദേഷ്യമുള്ളതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. അല്ല, അതെ അതെ അതെ, നമ്മളത് ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ പല രീതിയിലായിട്ട് തന്നെ. സഭയുടെ ചില പ്രസ്താവനകളും അതൊക്കെ കേൾക്കുമ്പം തന്നെ മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരു പ്രാവശ്യം ഞാൻ സാഹിത്യ അക്കാദമിയിൽ ഒരു പ്രസംഗത്തിന് അവസരം കിട്ടിയപ്പോൾ ഒരു മുൻമന്ത്രിയും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആള് വിറങ്ങലിച്ചു പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ കാണുന്നതൊന്നും അല്ല കേട്ടോ, മതങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കുത്തി കൊല്ലുന്നത്, റോഡിൽ നമ്മുടെ മുന്നിൽ വെട്ടിക്കുത്തി കൊല്ലുന്നത് കാണാൻ അധികം ദൂരത്തല്ല എന്ന് പറയുന്ന കാലത്ത് ആരും വിശ്വസിച്ചില്ല. പക്ഷെ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല. മുൻപേ അതിൻ്റെ അടയാളങ്ങൾ കണ്ടിട്ട് തടയാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കണം. അത് ചെയ്യണില്ലല്ലോ, നമ്മൾ ആരും ചെയ്യണില്ലല്ലോ. ഇപ്പോൾ രാഷ്ട്രീയത്തിലായാലും ഐക്യപ്പെടേണ്ടോടത്ത് ഐക്യപ്പെടണ്ടേ, ചെയ്യണില്ലല്ലോ. മതം എന്തിനാണ് അനുവദിച്ചത്? എല്ലാ മതങ്ങളും സ്നേഹം സ്നേഹം പരസ്പരം സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, മനുഷ്യരെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു വന്നു. കൂണ് പോലെ മുളച്ചു എല്ലാ മതങ്ങളും. ഇപ്പോൾ അവരെ കൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. കോലാഹലങ്ങളും കഴുത്തുവെട്ടലും പ്രശ്നങ്ങളും ഒക്കെ മതം കൊണ്ടാണ്. അപ്പോൾ അത് മാറ്റാൻ വല്ല വഴിയുണ്ടോ? അതെനിക്കിപ്പോൾ അറിയില്ലേ പറയാൻ. പക്ഷേ ഈ മഠങ്ങളൊക്കെ ഇനി നിർത്തലാക്കിയിട്ട്, ഞങ്ങൾക്ക് ആദ്യം ഏകാന്ത സന്യാസമായിരുന്നു. ഏകാന്ത സന്യാസമായിരുന്നു എല്ലാവർക്കും, ഹിന്ദുക്കൾക്കും ഒക്കെ. ഹിന്ദുക്കൾക്ക് ഇപ്പോഴും മിക്കവാറും ഏകാന്ത സന്യാസം തന്നെ. എന്നിട്ട് അതിനെ സംഘാതമാക്കി, ഗ്രൂപ്പാക്കി. ഇപ്പം അത് അതപ്പതിച്ച് നശിച്ച് നാറാണക്കല്ല് ഇളകിയിരിക്കണം. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് പഴയ ഏകാന്ത സന്യാസത്തിലേക്ക് പോയിക്കൂടെ? അതിനെയാണ് ഞാൻ തേർഡ് വേ ഓഫ് ലൈഫ് എന്ന് പ്രഖ്യാപിക്കുന്നത്. അത് ഞാൻ എൻ്റെ 52 വയസ്സോടെ ഞാൻ ജീവിച്ചു കാണിക്കുന്നു. ഇങ്ങനെയും നിൽക്കാം, ഇതും ഒരു സന്യാസമാണ്. 3-ാം പാത. അപ്പോൾ പത്രത്തിലന്ന് ബാത്റൂമിലൊക്കെ വന്നു 3-ാം പാതയിലെ വെളിച്ചം എന്നിട്ട് എൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടൊക്കെ. ഇത് ഞാൻ ഇനിയും പ്രഖ്യാപിക്കുന്നു. ഞാൻ ജയ്പൂർ പോയിട്ട് യൂത്ത് കുറേ വന്നിട്ടുണ്ടായിരുന്നു ഈ ഭൂകമ്പം നടത്തിയ സ്ത്രീയെ കാണാൻ. ഞാൻ പറഞ്ഞു, ഇന്നത്തെ യൂത്തിനോട് എനിക്ക് പറയാനുണ്ട്, എല്ലാവരും കല്യാണം കഴിക്കണമെന്നില്ല, എല്ലാവരും സന്യാസം സ്വീകരിക്കണമെന്നില്ല. ഒരു 3-ാം പാതയുണ്ട്. നിങ്ങൾ ഫ്രീ ആയിട്ട് നിൽക്കൂ. നിങ്ങൾക്ക് കുറച്ച് ഫൈനാൻസ് വേണം, ധൈര്യം വേണം, ഒറ്റയ്ക്ക് താമസിക്കാനോ ഒറ്റയ്ക്ക് കാര്യങ്ങൾ നേരിടാനുള്ള ധൈര്യം വേണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നന്മ ചെയ്തോളൂ, ഇഷ്ടമുള്ളപ്പോൾ ചെയ്തോളൂ. അതെ, അതിനൊരു വേഷത്തിന്റെ ആവശ്യമില്ല, മതത്തിന്റെ ആവശ്യമില്ല, സംഘടനയുടെ ആവശ്യമില്ല. എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കല്യാണം കഴിക്കണം തോന്നിയോ, കഴിച്ചോളൂ. സിസ്റ്റർക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ ഞാൻ അതിന് സൂട്ടബിൾ അല്ലാന്ന് എനിക്ക് എപ്പോഴും തോന്നാറ്. എന്തോ ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവ് തല്ലിക്കൊന്നാണ്. അതുകൊണ്ട് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ട് അത് ഉപേക്ഷിച്ചിട്ട് ചെല്ലണം എന്നാണ് പറയാ സന്യാസം. പക്ഷെ എനിക്ക് ബാക്കിയൊക്കെ ഇങ്ങനെ നല്ല ഡ്രസ്സ്, സിനിമയ്ക്ക് പോലെ, നല്ല ഭക്ഷണം കഴിക്കൽ, അങ്ങനത്തെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് ഞാനല്ലോ പോയതൊക്കെ. പക്ഷെ കല്യാണം അതിന് ഞാൻ സൂട്ടബിൾ അല്ല. അത് ചില ആളുകൾ ആ സമയത്ത് തോന്നിയില്ല, മഠത്തിലേക്ക് പോയി. പക്ഷെ പിന്നീട് ഇറങ്ങി കഴിഞ്ഞപ്പോഴും എനിക്ക് ആ ഒരു ഒന്നാമത് ആ ഫ്രീഡത്തിനോടുള്ള കൊതി, പിന്നെ ഒരു മിസ്റ്റിക് ഇത് സ്നേഹം. അത് ബാബു പോളാണ്, ഡി ബാബു പോൾ, മരിച്ചുപോയി. അദ്ദേഹം എഴുതി, സിസ്റ്റർ ജസ്മി ഒരു മിസ്റ്റിക്കായിരുന്നു, മിസ്റ്റിക്കാണ് ആൾ, ആ ജീവിതമാണ്. പക്ഷെ സിസ്റ്റേഴ്സിന് അത് മനസ്സിലായില്ല. അവര് സിസ്റ്ററിന് എന്തോ സോഷ്യൽ, എന്നോട് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, വെറുതെ ഇരിക്കാണ്, ആരുമില്ലാതെ. ഞാൻ ഏകാന്തതയെ സോളിറ്ററി ആക്കുന്ന, ഞാൻ സോളിറ്ററിയാണ്, ലോൺലി അല്ല, ഞാൻ സോളിറ്ററിയാണ്. എനിക്ക് അർത്ഥവത്തായിട്ടുള്ളൊരു, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ ഇരിക്കാനും പറയും. ഇപ്പോൾ ഈ ലൈഫിനെ എൻജോയ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. എൻ്റെ മനസ്സാ ഒരു മിസ്റ്റിക് മനസ്സായതുകൊണ്ടാണ്. എല്ലാം എനിക്കൊരു സന്തോഷമായിട്ട്. എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, എനിക്ക് TV കാണാൻ ഇഷ്ടമാണ്, എനിക്ക് സിനിമ കാണാൻ ഇഷ്ടമാണ്. മാറി മാറി ചെയ്യാലോ. വായിക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭ്രാന്ത് ഇഷ്ടമായിരുന്നു. അത് കുറഞ്ഞു, പക്ഷേ ഈ 2 ദിവസമായിട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തോ ഒരു പഴയ ത്രില്ല് വരുന്നു. എല്ലാം ഇഷ്ടമാണ്. സിസ്റ്റർ ജസ്മിക്ക് ശേഷം ലൂസി കളപ്പുരയ്ക്കലാണ് ഒന്ന് മഠത്തിന് വിട്ടിറങ്ങിയിട്ട് അല്ലെങ്കിൽ പോലും മഠത്തിനെതിരെ എന്നുള്ള രീതിയിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി സംസാരിച്ചിട്ടുള്ളത്. അതേപോലെ അവിടെ നിന്ന് പോന്നിട്ടുള്ളവരിൽ വേറെ ആരെങ്കിലും ഇത്രയും കാലത്തിനിടയിൽ
എനിക്ക് തോന്നുന്നു ചിലപ്പം ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു മഠത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അച്ഛന്മാരാരും തന്നെ ഇല്ല, വന്നിട്ടുള്ള പിന്നെയെങ്കിലും പറഞ്ഞതൊരു സ്ത്രീയാണ്, അത് സിസ്റ്ററാണ്. അപ്പം അല്ല, സിസ്റ്റർ ആയിരുന്നോ ശരിക്കും ആദ്യമായിട്ട് അങ്ങനെ ഒരു എന്റെ അറിവിലതെ വേറെ ആളുകളും അത് തന്നെയാ പറയണത്. ഇതുവരെയും ഞാൻ പോയ ചർച്ചകളിലും വേറെ ഒരാളും അങ്ങനെ പറഞ്ഞതായിട്ട് ആരും കേട്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല ഇതുവരെയുള്ള അറിവില്. ഞാൻ തമിഴ്നാട്ടിൽ എൻ്റെ തമിഴ് പതിപ്പ് ആമേൻ ഇറങ്ങുമ്പോൾ പോൾ സക്കറിയ അവിടെ മെയിൻ ആളായിരുന്നു സംസാരിക്കാൻ. അപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ ബാമ ഫൗസ്തീന എന്ന് പറഞ്ഞ് ഒരു ആദിവാസി സ്ത്രീ കന്യാസ്ത്രീ ആയിട്ട് പുറത്തിറങ്ങിയിട്ട് അവൾ എഴുതിയതാണ് ആദ്യം എഴുതിയത്, സിസ്റ്ററിനേക്കാൾ മുമ്പ് എഴുതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് ആത്മകഥയല്ല, നോവലാണ്. അവളുടെ ജീവിതം തന്നെയാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ നോവൽ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. ആത്മകഥയായിട്ട് അതിനൊരു ധീരത വേണം. ആത്മകഥയായിട്ട് എഴുതാം, ഞാൻ തന്നെയാണ് പറയുന്നത്, എൻ്റെ കാര്യമാണ് എന്ന് പറയുന്ന പോലെയാണല്ലോ. അപ്പം അത് ഞാനാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പം ഞാൻ പലയിടത്തും ചെല്ലുമ്പോഴൊക്കെ ഇന്ത്യയിൽ വേറൊരാൾ എഴുതിയതായിട്ട് ഞാൻ അറിഞ്ഞില്ല. പിന്നെയാണ് ഞാൻ ഫ്രാങ്ക്ഫർട്ടിൽ ഒന്ന് DC സ്പോൺസർ ചെയ്തൊക്കെ കൊണ്ടുപോയപ്പോൾ അവിടെ ഒരു പ്രൊഫസർ ലേഡി എന്നോട് വന്നിട്ട് പറഞ്ഞു, ജർമ്മൻ ഒരു ഓത്തർ, ഒരു നണ്ണ് പുറത്തിറങ്ങിയിട്ട് അവളുടെ ആത്മകഥ ജർമ്മൻ ഭാഷയിൽ എഴുതിയിട്ടുണ്ട് എന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി. എന്നിട്ട് ഞാൻ ഇമെയിൽ സംഘടിപ്പിച്ചു. ഇമെയിലിലൂടെ ഇംഗ്ലീഷിൽ ആ നണ്ണുമായിട്ട് ബന്ധപ്പെട്ടു. പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, ലോഡ അങ്ങനെയൊക്കെ എനിക്ക് പേര് വരുന്നുണ്ട്. 2 പേരുണ്ട്, ഒന്ന് സിസ്റ്ററായ പേരും പിന്നെ മെയ്ഡൻ നെയിമും. എന്നിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊന്ന് അയക്കുമോ എന്ന് പറഞ്ഞപ്പോൾ ആ സിസ്റ്റർ ഫുൾ ടൈം 24 hours സോഷ്യൽ വർക്കിലാണ്. അപ്പോൾ എനിക്ക് സമയമില്ലാതെ പോയി സിസ്റ്ററെ, എനിക്കിനി അത് മെനക്കെട്ട് അത് ഇംഗ്ലീഷിലേക്ക് ആക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഒരു ഇമെയിൽ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എഴുതിയത് എന്തായാലും ലോകത്തിൽ വെച്ച് നോക്കുമ്പോൾ ആ ജർമ്മൻ നണ്ണിൻ്റെയാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. പിന്നെ വേറെ ഒരു അമേരിക്കൻ 2 nuns നോ ടേണിംഗ് ബാക്ക് എന്ന് പറഞ്ഞ ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. അത് വേറെ ജേർണലിസ്റ്റാണ് എഴുതിയത്. അവർ പറഞ്ഞിട്ട്, അവർ 2 പേരും മഠത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവർ സംസാരിച്ചിട്ട്, അവർ നേരിട്ടല്ല അല്ലാതെ എഴുതിയിരിക്കുന്നത്. ഇപ്പം സിസ്റ്റർ അന്ന് ഇറങ്ങുന്ന സമയത്ത് വിചാരിച്ചിരുന്നോ ഈ രീതിയിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ഭൂകമ്പം സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്? ഒരിക്കലും ഇല്ല. സൂത്രത്തിക്കൂടെ വന്നിട്ടാണ് മടത്തി ചെല്ലുന്നതും. ആകെ കൂടെ കൊണ്ടുപോയത് TCVയിലെ മുകേഷ് ലാല്. അവനായിട്ട് അതിന് മുൻപേ എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 1.5 വർഷമായിട്ട് അവനെ കാര്യങ്ങൾ അറിയാം, പക്ഷെ അവനായിട്ട് അത് പുറത്ത് വിട്ടിട്ടില്ല. പിന്നെ അവൻ പറഞ്ഞ് അന്ന് MJ ബാബു അന്ന് പ്രസ് സെക്രട്ടറി ആയിരുന്നു, അവനും പുറത്ത് വിട്ടിട്ടില്ല. ഞാൻ ചോദിച്ചു നിങ്ങളിതൊക്കെ ഔട്ടാക്കുമോ? ഞാൻ മടത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവില്ല, എനിക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ ഒരു പെങ്ങളെ ഞാനങ്ങനെ കുരുതിക്ക് കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവർ 2 പേരും വിശ്വസ്തരായി നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോവാൻ ധൈര്യത്തിന് ഒരു ആൺതുണ എന്നുള്ള നിലയ്ക്ക് മുകേഷിനെ അഡ്വക്കേറ്റ് ആശേനെയാണ് ഞാൻ മുഴുവനായിട്ട് ഉറപ്പിച്ച്, ആശയുടെ കൂട്ടുകാരി സ്മിത, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വിനയ എന്ന് പറഞ്ഞ സിസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ സിസ്റ്ററിന് കാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആ ഓട്ടോറിക്ഷ കാശ് ലാഭമല്ലെന്ന് വിചാരിച്ച് ഡ്രൈവറുണ്ട്. അപ്പോൾ ആളോട് വരാൻ പറഞ്ഞു. അങ്ങനെ വിനയ കാറിൽ തന്നെ ഇരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് പേര് ചെന്നത്, ഒരു പേടിയുണ്ടായിരുന്നു, എന്നെ എങ്ങാനും അകത്തേക്ക് പിടിച്ചുകൊണ്ട് പോയിട്ട് പൂട്ടിയിട്ടാൽ പിന്നെ എനിക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ വിളിച്ചു അകത്തേക്ക് വന്ന്, പ്രൊവിൻഷ്യാലമ്മയും ജനറാളമ്മയും ഉണ്ട് അവിടെ, അകത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞു. എന്താ നീ വിളിച്ചിട്ട് വരാത്തേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പല പ്രാവശ്യവും പ്രൊവിൻഷ്യാലമ്മേനെ കാണാൻ വന്നിട്ട് അമ്മയ്ക്ക് പുറത്ത് വന്ന് എന്നെ കാണാൻ നേരമില്ല എന്ന് പറഞ്ഞ് കാണാതിരുന്നു. അപ്പം ഇനിയിപ്പോൾ ഞാൻ എന്തിനാ ഇപ്പോൾ ഈ അവസാന നേരത്ത് അങ്ങോട്ട് വരണേ എന്ന് പറഞ്ഞു. സത്യത്തിൽ നമ്മൾ കോഷ്യസ് ആയിട്ടാണ് അകത്ത് കയറാതിരുന്നത്. നമ്മൾ ഇവരെല്ലാവരും കടത്തുമെങ്കിൽ വരാം, മഠത്തിൻ്റെ അകത്ത് കടത്തില്ല, വേണ്ട ഹാളിലേക്ക് എത്തിയാൽ മതി, അവിടെ പുറത്ത് ഹാളിൽ നമ്മളൊക്കെ കൂടണം, മീറ്റിംഗ് കൂടണം, അവിടേക്ക് അമ്മയ്ക്കും വരാലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വന്നില്ല. അവരപ്പം തന്നെ ബിഷപ്പിനെ വിളിച്ച് പറഞ്ഞു, ബിഷപ്പ് ആരൊക്കെയാണെന്ന് നോക്കാൻ പറഞ്ഞു വന്നവർ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി സിസ്റ്റേഴ്സ് 2 പേരും മാറി മാറി വന്നു മൊബൈലും കൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ഫോട്ടോ എടുക്കരുതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങി. പിന്നെ കാർ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇറങ്ങി ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിലേക്ക് ചെന്നു. അപ്പോൾ ഹോട്ടലിൽ ചെന്നപ്പോൾ അവിടെ ആ ഇറങ്ങുന്ന നിമിഷമാണോ മട അറിയുന്നത് സിസ്റ്റർ ഇറങ്ങുകയാണ്? അതെ. അതായത് ഇവര് അകത്തിരുന്നിട്ട് ഉടനെ തന്നെ ബിഷപ്പിനെ വിളിച്ചു, ആൻഡ്രൂസ് താഴ്ത്തനെ വിളിച്ചു. അപ്പോൾ താഴ്ത്ത് പറഞ്ഞു ആരൊക്കെയാണ് വന്നിരിക്കണേന്ന് നോക്കാൻ പറഞ്ഞു. ഒറ്റയ്ക്കല്ലല്ലോ, കുറച്ച് പേര്. അപ്പോൾ
ഇതൊരു ജേർണലിസ്റ്റാണ് മുകേഷ് ലാലിനെ അവർ കണ്ടെത്തി. അവർ വന്നിട്ട് ചോദിച്ചോട്ടാ നീ ആ നാടകത്തിലൊക്കെ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. ഏയ് അല്ലല്ല അവൻ ജേർണലിസ്റ്റാണ്, TCVയിലാണെന്ന് പറഞ്ഞു. അത് കിട്ടാനാണ് അവർ ചെയ്യണം. അവരെന്താടവെന്ന് എനിക്കറിയാലോ. അപ്പൊ തന്നെ അവർ പറഞ്ഞു ഒരു ജേർണലിസ്റ്റ് വന്നിട്ടുണ്ട്, അപ്പൊ അവന്റെ ക്യാമറ ഉണ്ടോ എന്ന് ഒന്നും അവർക്കറിയില്ല. ക്യാമറയൊന്നും കൊണ്ടുപോകാൻ ഞാൻ സമ്മതിച്ചില്ല കേട്ടോ. മൊബൈലിൽ എന്തെങ്കിലും ഷൂട്ട് ചെയ്യണമെങ്കിൽ ചെയ്തോളൂ, ക്യാമറയൊന്നും ആരും എടുത്ത് അങ്ങോട്ട് വരണ്ട. പിന്നെ അവർ 10 ലക്ഷം ചോദിക്കുന്നു പറഞ്ഞു. ഞാൻ ഒറ്റ അക്ഷരം വേണ്ടി പോരുത്. അപ്പൊ ലക്ഷ്യമൊക്കെ മാറി. 10 ലക്ഷം കിട്ടാൻ വേണ്ടി നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു എന്നുള്ള പോലെ ആയിരിക്കും. അപ്പൊ അങ്ങനെ അതാണ് അന്നത്തെ ഇറക്കം. അപ്പൊ തന്നെ അവിടെ എൻ്റെ കപ്ലോനായിരുന്നത് അരമനയിലുണ്ടായിരുന്നു. കപ്ലോൻ ഉടനെ ഫോൺ വിളിച്ച് ചോദിച്ചു, സിസ്റ്ററെ മടത്തിന്ന് ഇറങ്ങാണെന്ന് ഇവിടെ പറഞ്ഞു കേട്ടുമല്ലോ, സത്യമാണോ എന്ന് ചോദിച്ചു. നമ്മൾ അപ്പോഴേക്ക് അച്ചറിഞ്ഞാന്ന് ചോദിച്ചു. സത്യമാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിക്കാൻ ഞങ്ങളെ ഹോട്ടലിലേക്ക് വിനയാണ് കൊണ്ടുപോയത്. വിനയുടെ വകയായിരുന്നു ഒന്ന് ഭക്ഷണം തരണം. എനിക്കും വിനയ്ക്കും മാത്രം, മറ്റവരൊക്കെ പിരിഞ്ഞു പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തമാശ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞു ഇനി ഞങ്ങൾ ചേച്ചിന്ന് വിളിക്കും, പേര് മേമിന്ന് വിളിക്കും, ജസ്മിന്ന് വിളിക്കും. ഞാൻ പറഞ്ഞു നിങ്ങൾ മുത്തിയമ്മാമ എന്ന് നിങ്ങൾ വിളിച്ചോ, എന്നാലും വേണ്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇറങ്ങി കഴിയുമ്പോൾ ഒരു സിസ്റ്ററെ പോട്ടോ, ആ ഒരു വിളി അത് എന്നിൽ അടിഞ്ഞു ചേർന്നില്ല. എൻ്റെ മുഖം കണ്ടാൽ ഏത് വേഷം ഇട്ടാലും സിസ്റ്ററിന് വിളിക്കാനേ ഇവർക്ക് പറ്റുള്ളൂ. അതൊരു തമാശ അതിൻ്റെ കൂടെ. എന്നിട്ട് അവിടേക്ക് എനിക്ക് നിറയെ ഫോണുകൾ വന്നു ജേർണലിസ്റ്റിൻ്റെ. ഓരോരുത്തരും വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ സിസ്റ്റർക്ക് മെൻ്റലാണ്, അത് കാരണം പോണേന്നാണല്ലോ സഭ പറയണേ, മാനസിക രോഗം മൂലം. അപ്പം ഞങ്ങൾക്ക് അറിയണമല്ലോ മെൻ്റലാണോ അല്ലേ എന്നറിയാൻ ഞങ്ങളൊരു ഡോക്ടറെയും കൊണ്ടുവരട്ടെ. ഞാൻ പറഞ്ഞു എനിക്ക് ആരെയും കാണണ്ടെന്ന് പറഞ്ഞു. ഞാൻ ജേർണലിസ്റ്റുകളൊക്കെ അറിഞ്ഞു. അത് സഭയെ അറിയിച്ചതായിരിക്കും. ഒന്ന് സഭയെ അറിയിച്ചിട്ടുണ്ടാവും, 2 മുകേഷും അറിഞ്ഞിട്ടുണ്ടല്ലോ. എങ്ങനെയാണെന്ന് അതറിയില്ല. വിളിയോട് വിളി. അപ്പം എല്ലാവരും അവർക്ക് കാണണം. ഞാൻ എനിക്ക് ആരെയും കാണണ്ട. എൻ്റെ പെറ്റമ്മേനെ പോലും ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകുന്നു. ഇനി 3 മാസത്തേക്ക് ഞാൻ കാണില്ല, 3 മാസത്തേക്ക് എനിക്ക് ആരെയും കാണണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് മെൻ്റലാണോ അല്ലേന്ന് അറിയാൻ ഞങ്ങൾ ഡോക്ടറെയും കൊണ്ടുവരട്ടെ. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെയും കൊണ്ട് വന്നോ, മെൻ്റൽ അല്ല എന്നുള്ളത് ഞാൻ പ്രൂവ് ചെയ്ത് തരാം, ഡോക്ടറെയും കൊണ്ട് വന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ വിനയ പറഞ്ഞു മിണ്ടാണ്ടിരുന്ന് ഇനിയിപ്പോൾ ഇവിടേക്ക് ഡോക്ടർ വരലൊക്കെ ആവുമെന്നുണ്ട്. വിനയ്ക്ക് ആകെ പേടിയായി. അത് കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ ആശയുടെ അവിടേക്ക് വന്നു. ആശയോട് അവരൊക്കെ വിളിച്ച് പറഞ്ഞു ഈ സിസ്റ്റർ എനിക്ക് അന്ന് അവിടെ നിൽക്കാണ്ട് പറ്റില്ല, കാരണം ഞാൻ താമസിക്കുന്ന എറണാകുളത്ത്, അവർ കല്യാണത്തിന് പോവുക. 2 ദിവസത്തേക്ക് വരരുത്, സിസ്റ്റർ വന്നാൽ ഇവിടെ ഞങ്ങൾ ഉണ്ടാവില്ല, ഒരു വാതിൽ പൂട്ടി പോവാണ്. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്ലാനായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലായിരുന്നെങ്കിൽ ആരും ഒന്നും അറിയില്ല. ഞാൻ എറണാകുളത്തേക്കും പോയി കഴിഞ്ഞാൽ ആരാ എറണാകുളത്തേക്ക് എന്നെ അന്വേഷിച്ച് എവിടെയാന്ന് അന്വേഷിച്ച് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആശയോട് അവർ വിളിച്ച് പറഞ്ഞു 3:30 ആകുമ്പോൾ ഞങ്ങളെല്ലാവരും വരും, സിസ്റ്ററോട് പൊട്ടത്തരം പറയല്ലേ എന്ന് പറയാം. ഇത് ഞാൻ ആരും കാണില്ല എന്ന് പറയരുത്, കാരണം അല്ലെങ്കിൽ സഭ പറഞ്ഞത് മാത്രമേ ഞങ്ങൾക്ക് ഇടാണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് സിസ്റ്ററെ കാണണം, ഞങ്ങൾക്ക് അറിയണ സിസ്റ്ററാണല്ലോ, 3 വർഷമായിട്ട് അവർ ശ്രദ്ധിച്ചിരുന്ന ഞാനാണല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ സംഭവിപ്പിച്ചത് ഏതോ ഒരു ശക്തിയല്ലേ അതൊക്കെ സംഭവിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് എന്നോട് ആശ പറഞ്ഞു 3:30 ആകുമ്പോൾ എല്ലാ ചാനലുകാരും പത്രക്കാരും ഇവിടെ എത്തും, സിസ്റ്റർ നോ പറയരുത്. അരമണിക്കൂറിലോട്ട് എനിക്ക് 3 മണിക്ക് എന്നോട് പറയണേ 3:30. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അധികം ചിരിക്കരുത്, അധികം കരയരുത്. എനിക്കത് ഭയങ്കര ഗുണമുള്ളൊരു സെൻറ്റൻസ് ആയിരുന്നു. കാരണം സിസ്റ്ററിൻ്റെ മേലുള്ള സ്റ്റിഗ്മ അറിയാലോ, സിസ്റ്റർ മെൻ്റലാണെന്നാണ്. അപ്പോൾ അധികം ചിരിക്കരുത്, അധികം കരയരുത്. അത് ഭയങ്കര ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അത് ആശ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ കരഞ്ഞേനെ. ഇവരൊക്കെ എനിക്കറിയുന്നതല്ലേ, 3 വർഷം പ്രിൻസിപ്പൽ റൂമിൽ രാജ്ഞിയായിട്ട് ഇരിക്കുമ്പോൾ ഇവർ വന്നിട്ടുള്ളവരല്ലേ. ഞാൻ കരയില്ലേ ഇവരെ കാണുമ്പോൾ. ഈ ആത്മകഥ വായിച്ച പലരും പറഞ്ഞു ഞങ്ങൾക്ക് താളവട്ടം പോലെ തോന്നിയെന്ന് ഒരു കൂട്ടർ പറഞ്ഞു. ഒരു കൂട്ടർ പറഞ്ഞു തനിയാവർത്തനം പോലെ തോന്നി. രണ്ടും മമ്മൂട്ടിയും മോഹൻലാലിൻ്റെ സിനിമകളാണ്. അതായിട്ട് തോന്നി. ഈ മഠത്തിൽ ഒരിക്കൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ മതം വിടാനുള്ള ഒരു സാധ്യതയൊന്നുമില്ല. നമുക്ക് അതിനുള്ളിൽ ചേർന്ന് പോകാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകുന്നൂടെ? നമുക്ക് നിത്യവ്രതം വരെ ഓരോ വ്രതം ചെയ്യുമ്പോഴും കുണ്ടകുളം ബിഷപ്പൊക്കെ ഇരുന്ന് പറയും ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ സ്റ്റെപ്പ് പുറകിലേക്ക് വെച്ചോ. ആരെ വയ്ക്കുക? ഓൾട്ടറും ഇങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോൾ. പൊതുവേ നമ്മളൊരു സ്ഥലത്ത്, ഒരു ജോലി സ്ഥലത്ത് നിന്ന് തന്നെ വിട്ടുപോരാനായിട്ട് നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടണം. ഒരു ജോലിക്ക് കയറി, ഒരു അടുക്കള ജോലിക്ക് പോയി, അല്ലെങ്കിൽ അടിച്ചു വരാൻ പോയി, അവിടെ നിന്ന് തന്നെ പോരാൻ നമ്മൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യണം. മനസ്സുകൊണ്ട് നമ്മൾ റെഡി ആവണം, നമുക്ക് വേറൊരു ജോലി സാധ്യത കാണണം, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവണം, എന്തെല്ലാം വെറും ഒരു ജോലി സ്ഥലത്തു നിന്ന്. അപ്പോൾ ഒരു മഠത്തിൽ അവർ പറയാ ഞങ്ങൾ എപ്പോഴും അനുവദിച്ചുണ്ടല്ലോ, ഈ അനുവാദിക്കുന്നത് ഇങ്ങനെയാണ്, അവർക്ക് അറിയാൻ പോവില്ല എന്നറിയാം. അത് അങ്ങനത്തെ ഒരു ഇതില്ലേ.
കുട്ടീനെ അടിച്ചിട്ട് നീ പൊക്കട വീട്ടിൽ നിന്ന് പറയുന്ന പോലെ ആ കുട്ടി പോവില്ല, കുട്ടിക്ക് എവിടെ പോവാൻ? ആ ഒരു ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ വിട്ടു പോകുന്ന ഒരുപാട് പേരുണ്ടല്ലോ, അവരിൽ ഇപ്പം സിസ്റ്റർ പബ്ലിക്കിന്റെ മുന്നിലേക്ക് എത്തിപ്പെട്ടത് കൊണ്ടാണ് സിസ്റ്റർക്ക് ഒരുപാട് ആളുകൾ അറിയുന്നത്. അങ്ങനെ അറിയാത്തവരെ സംബന്ധിച്ചിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മറച്ചു വെച്ചുകൊണ്ട് അവർക്ക് സമൂഹത്തിൽ ജീവിച്ചൂടെ? വളരെ ബുദ്ധിമുട്ടാണ്. എങ്ങനെയെങ്കിലും ചെകഞ്ഞ് ഇവർ കണ്ടെത്തും. ഇപ്പോൾ സെൻറ് തോമസിൽ നിന്നും പ്രൊഫസർമാർ കുറേ പേര് പോയി കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ ഭാര്യമാർ പറയും എൻ്റെ ഭർത്താവ് അച്ഛനാവാൻ പോയിട്ട് തിരിച്ചു വന്ന്. അത് അവിടെ അറിയാവുന്നൊരു കാര്യമല്ലായിരുന്നേ. അത് പബ്ലിക്കായിട്ട് അവർ ആള് ജോലി ചെയ്യുമ്പോൾ അച്ഛനായിരുന്നു അല്ലെങ്കിൽ അച്ഛനാവാൻ പോയതായിരുന്നു, അതൊക്കെ അറിയാലോ. ഈ ആളുകൾക്ക് ഈ ചെകഞ്ഞെടുക്കലുണ്ടല്ലോ ഈ സൊസൈറ്റിക്ക്. അപ്പൊ പലപ്പോഴും ഒരു കന്യാസ്ത്രീ അച്ഛനും ഒരു ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടായി കൈരളിയിലെ സെൽഫി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ചെയ്തത്, ഭാഗ്യലക്ഷ്മി ചെയ്തത്. അന്ന് അവർ പറയായിരുന്നു ഞങ്ങളുടെ കുട്ടി പോകുമ്പോൾ വെറുതെ അച്ഛൻ്റെയും കന്യാസ്ത്രീയുടെയും കുട്ടി പോകണു എന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. പിന്നെ അത് ആക്സെപ്റ്റ് ചെയ്യാണ്ട് പറ്റില്ല. പിന്നെ ഒരു മഠത്തിൽ നിന്ന് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കറിയോ? അതായത് വന്നു ചേർന്ന് അവർക്ക് ഇഷ്ടമില്ലാത്തവരെ അവർ പറഞ്ഞു വിടും, അല്ലാത്ത അവർക്ക് ഇഷ്ടമുള്ളവരും പണമുള്ളവരും അല്ലെങ്കിൽ എല്ലാം കൊണ്ടും അവർക്കൊന്ന് പോകണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം പ്രക്രിയകളാണെന്നറിയോ? ഒന്ന്, അവരെ അനുവദിക്കില്ല. അവരെ ധ്യാനത്തിനെന്ന് പറഞ്ഞിട്ട് ധ്യാനം കൂടാൻ വിടും. അത് ഫോട്ടോയിലും ഡിവൈനിലും ആണെങ്കിൽ അവിടെ ജയിലിലേക്ക് വിട്ട പോലെ. പിന്നെ അതിൻ്റെ കൂടെ ആൾക്കാരുണ്ടാവും. എന്നിട്ട് ഓടിപ്പോയവരുണ്ട്. ചെക്കനും വീട്ടുകാരും വന്നിട്ട് ഇവള് ഭക്ഷണം കഴിക്കാൻ പോണ സമയത്ത് കാറിൽ കയറ്റിയിരുത്തി രക്ഷപ്പെട്ടു പോയവരൊക്കെ ഉണ്ട്. അത്ര റിസ്ക്കാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ്, ഒരാളെ നിയോഗിക്കും, ആൾക്ക് ഫോൺ വിളിക്കാൻ പറ്റില്ല, ആൾക്ക് ഒരിടത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, എല്ലാത്തിനും പോലീസ് ഉണ്ടാവും ചുറ്റ്. അതായത് കന്യാസ്ത്രീ പോലീസുകൾ. ഒരാളെ അവർ പറഞ്ഞു വിടില്ല. എനിക്കും രക്ഷപ്പെടാൻ പറ്റിയതൊരു മഹാഭാഗ്യമാണ്. ഡൽഹിയിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയത്. ഡൽഹിയിൽ നിന്ന് വന്ന് ഞാൻ ഈ മഠത്തിൽ കയറിയിരുന്നെങ്കിൽ, അകത്ത് കയറിയിരുന്നെങ്കിൽ പിന്നെ സ്വപ്നത്തിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. എന്ത് വിധത്തിലും അവർക്ക് പൂട്ടിയിടാലോ. നിങ്ങൾക്ക് പോലീസിനകത്ത് കിടക്കാൻ പറ്റുമോ? എന്നെ ഹെബിയസ് കോർപ്പസ് കൊടുക്കുന്നതാണ് MJ ബാബു പറഞ്ഞത്. സിസ്റ്ററെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, സിസ്റ്റർ ഈ ഫോൺ എടുത്തില്ലെങ്കിലേ ഞങ്ങൾ ഹെബിയസ് കോർപ്പസ് കൊടുക്കും. പക്ഷേ ഹെബിയസ് കോർപ്പസ് കൊടുക്കാൻ ആർക്കും അനുവാദം? ബന്ധുക്കൾക്കോ വീട്ടുകാർക്കോ? നാട്ടുകാർക്ക് അങ്ങനെ അനുവാദമില്ല. അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് അകത്ത് കയറിയിട്ട് നോക്കാൻ പറ്റുമോ? ഒരു മഠത്തിലേക്കോ ഒരു പ്രവേശനമില്ല. അതൊരു ഇരുട്ടറയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് പറ്റിയതാണ് ഏറ്റവും വലിയ മിറക്കിള്, ഭാഗ്യം. 6 മാസം എന്നെ അവിടെ വിട്ടു. അതും എൻ്റെ സാധനങ്ങളൊക്കെ ഇവരോട് ഞാൻ പറഞ്ഞു, അവിടെ ചെന്ന് വല്ല കോളേജിൽ പഠിപ്പിക്കാൻ പറഞ്ഞാൽ എനിക്ക് എൻ്റെ നോട്ട്സൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ചോദിക്കുമ്പോൾ അയച്ചു തരും. അവിടെ ചെല്ലുമ്പോഴേ അറിയുള്ളൂ എന്ത് ജോലിയാണ്. അപ്പോൾ അവർക്ക് ഇത് അയക്കാൻ മെനക്കടല്ലേ. അപ്പോൾ അവർ പറഞ്ഞു നീ അന്ന് വീട്ടിൽ കൊണ്ടുപോയി വെച്ചോ. അപ്പം എൻ്റെ ഇളയ ബ്രദർ പറഞ്ഞു എനിക്ക് പോസ്റ്റ് ഓഫീസ് തൊട്ടടുത്താണ്, ഞാൻ അയച്ചോളാം, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്, അപ്പോൾ അവിടെ നിന്ന് അയച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാശും നഷ്ടപ്പെടില്ല, റിസ്ക്കും ഇല്ല, അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഒക്കെ വീട്ടിൽ കൊണ്ടുവച്ചോളാം പറഞ്ഞു. ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചു. എനിക്ക് എടുക്കാൻ പറ്റിയില്ലേ. ഇപ്പം ഞാൻ ഉപയോഗിച്ച കാനനമസ്കാരങ്ങൾ ഒക്കെ ഇവിടെയുണ്ട്. എല്ലാ അങ്ങനത്തെ പുസ്തകങ്ങൾ, CMCയുടെ പുസ്തകങ്ങൾ, സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇതൊക്കെ എനിക്ക് എങ്ങനെ കിട്ടിയേ? ഓടണവർക്ക് ഒളിച്ചോടണവർക്ക് ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ ദൈവത്തിൻ്റെ പ്ലാനുകളാണ്. ഏത് വേണമെങ്കിലും അതിന് എടുത്ത് എൻ്റെ ഫോട്ടോ. ആമേനിൽ പറഞ്ഞിട്ടുണ്ട് സഭേൻ്റെ ഉള്ളിൽ നിന്ന് സിസ്റ്റർക്ക് ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ സിസ്റ്ററോട് പ്രണയാഭ്യർത്ഥന ആയിരുന്നില്ല, പ്രണയാഭ്യർത്ഥന എന്ന രൂപത്തിൽ, പക്ഷെ അത് മറ്റു പലതിനുള്ള അഭ്യർത്ഥനകളായിരുന്നു. അത്തരം അനുഭവങ്ങൾ സിസ്റ്റർ കൂടാതെ തന്നെ അവിടെയുള്ള ബാക്കിയുള്ള ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവരുടെയൊക്കെ അത്തരം അനുഭവങ്ങളോടുള്ളൊരു പ്രതികരണം എന്താണ്? ഞാൻ ഒരു പ്രാവശ്യം ഒരു സിസ്റ്റർക്ക് PT കുഞ്ഞു മുഹമ്മദ് എന്നോട് പറഞ്ഞു, ആൾക്ക് പരിചയമുള്ളൊരു സിസ്റ്റർ മരിക്കാൻ കിടക്കുകയാണ്, നല്ലൊരു സിസ്റ്ററാണ്. ഞാനിങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് വന്നപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു PT കുഞ്ഞു മുഹമ്മദോട്. ഏതെങ്കിലും ഒരു സിസ്റ്റർക്ക് നെഞ്ചത്ത് കൈവച്ചിട്ട് എൻ്റെ അനുവാദം കൂടാതെ എന്നെ ആരും സ്പർശിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു സിസ്റ്റർ എനിക്ക് കാണിച്ചു തരുമെന്ന് ചോദിച്ചു. എല്ലാവരും സ്ത്രീകൾ തന്നെയാണ്. ചെറുപ്പത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ട് വന്ന ഒരു പുണ്യപ്പെട്ട കന്യാസ്ത്രീ, എൻ്റെ സ്പിരിച്വൽ ഫ്രണ്ടാണ്. പക്ഷെ ആളൊരിക്കൽ എന്നോട് ഷെയർ ചെയ്തു, ആൾ കാറ്റസിസത്തിന് പോയി കഴിഞ്ഞപ്പോൾ ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. നല്ല സുന്ദരി സിസ്റ്ററാണ്. ഒരു ചെറിയ സിസ്റ്റർ നല്ല സുന്ദരിയാണ്. അപ്പോൾ ചെറിയ സിസ്റ്റേഴ്സിനെ നമ്മൾ പള്ളി ജോലി അങ്ങനെ ഏൽപ്പിക്കില്ല. പക്ഷേ റൊട്ടേറ്റ് ചെയ്ത് വന്നപ്പോൾ ആ സിസ്റ്ററാണ് അച്ഛൻ കുർബാനയ്ക്ക് വരുമ്പോൾ ബാക്കിലേക്ക് പോവുക. ആ ബാക്ക് നമുക്കൊന്നും കാണില്ല നമ്മൾ. അപ്പോൾ അവിടെ ബെല്ലടിച്ച ചെല്ലണം.
അച്ഛൻ എന്തെങ്കിലും ഇതെന്താ എൻ്റെ തക്സ എവിടെ അല്ലെങ്കിൽ ഇതെവിടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അച്ഛൻ ബെല്ലടിച്ചു. അന്ന് ഈ സുന്ദരി കന്യാസ്ത്രീയാണ്, ചെറുപ്പം. അത് ചെന്നു, അച്ഛൻ നന്നായിട്ടൊന്ന് ഉമ്മ വെച്ചു കൊടുത്തു. ആ കുട്ടി പുറത്ത് വന്നിട്ട് ആരോട് പറയാ? ഏതെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ട സിസ്റ്ററോട് പറയാം, മദറിനോട് പറയാൻ പറ്റുമോ? ആരോടെങ്കിലും പറയാൻ പറ്റും? ആ സിസ്റ്റർ വേദനിച്ചൊരു സിസ്റ്ററോട് ഷെയർ ചെയ്യാണ്. മദറിനോട് പറഞ്ഞാലും അതിനെതിരെ അത് ആ സിസ്റ്ററിനെ അല്ലേ കുറ്റം പറയാം? പെണ്ണല്ലേ കുറ്റക്കാരി? നീ അതുപോലെ നിന്നു കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നീ കണ്ണുകൊണ്ട് കാട്ടിയിട്ടുണ്ടാവും. ഇതല്ലേ പറയാ? ആർക്കാ എവിടെയാ സേഫ്റ്റി? പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്. എന്നും രാവിലെ എണീറ്റ് ഞങ്ങളൊന്നും പുരുഷന്മാരെ കാണുകയോ ഒന്നും ചെയ്യാതെ, പുരുഷന്മാരുമായി സഹവാസമില്ലാത്ത ഞങ്ങൾ രാവിലെ എണീറ്റ് ചെന്ന് നോക്കി നിൽക്കുന്നത് ആരെയാണ്? ഒരു പുരുഷനെ. ഈ 30 കന്യാസ്ത്രീയോ 300 കന്യാസ്ത്രീയോ നോക്കണത് ഒരേ ഒരു പുരുഷനെ. എന്നിട്ടൊക്കെ കൂടി കയറി പ്രണയിക്കുക ഈ പുരുഷനെ. എന്നിട്ട് അടി. കപ്ലോനെ പ്രണയിച്ചിട്ട് അടി സിസ്റ്റർമാർ തമ്മിൽ. എന്തെന്നാ ഇതിൻ്റെ ഉത്തരം പറയാ? അത് വളർന്നാലല്ലേ, നമ്മൾ എന്തുദ്ദേശത്തിന് വന്നു എന്ന് ചിന്തിച്ചാലല്ലേ ഈ കടികളിൽ വീഴാതിരിക്കുക. സിസ്റ്ററോട് അത്തരം ആവശ്യങ്ങൾ ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു? അങ്ങനെ ലെറ്ററൊക്കെ അയച്ചിട്ടുണ്ട്. ലെറ്റർ മിസ്ട്രസ് പിടിച്ചിട്ടുമുണ്ട്. പ്രണയാഭ്യർത്ഥന. ഭയങ്കര പ്രണയമായിട്ട്. അതായത് എപ്പോഴും വന്നിട്ട് ഈ അച്ഛൻ്റെ സെൻഡ് ഓഫിന്റെ പ്രസംഗം പറയാൻ എന്നോട് തന്നെ പറയും. ഈ പ്രണയ ലെറ്റർ കിട്ടിയ ഞാൻ തന്നെ കയറി നിന്നിട്ട് അച്ഛനെ കുറിച്ച് നല്ലതല്ലേ പറയണ്ടേ പ്രസംഗം? കുറ്റം പറയാൻ പറ്റുമോ? എന്നിട്ട് എനിക്ക് ഈ പ്രണയ ലെറ്റർ വന്നു മിസ്ട്രസിനെ അറിഞ്ഞൂടെ? കോളേജിൽ പോയിട്ട് അച്ഛൻ പ്രസംഗിക്കാൻ വന്നു. അപ്പൊ അച്ഛനെ അല്ല ഞാൻ ചോദിക്കുന്നത്, സത്യത്തിൽ അങ്ങനെ പ്രണയിച്ചൂടെ? എന്തിനേത്? എനിക്ക് എൻ്റെ ഈശോ ഉള്ളപ്പോ ഈ കുരങ്ങന്മാരെയൊന്നും വേണ്ട. ഏറ്റവും നല്ല സുന്ദരൻ, ഏറ്റവും നല്ല ബുദ്ധിയുള്ളത്, ഏറ്റവും നല്ല കഴിവുകളുള്ളത്, ഏറ്റവും സമ്പത്ത്. പ്രണയ അഭ്യർത്ഥന അല്ലാതെ മറ്റേത് ഞാൻ ബാംഗ്ലൂർ ഇവന്റ് എഴുതിയില്ലേ, അത് അച്ഛൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. വെറുതെ അച്ഛൻ്റെ ഒരു ക്യൂരിയോസിറ്റി. ആ ഒരു അനുഭവം തന്നെ ഉണ്ടായിട്ടുള്ളൂ. ആ ലെവലിൽ അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ പുറത്തു പോകുമ്പോഴല്ലേ ഇതൊക്കെ നടക്കുക. പിന്നെയുള്ളതൊന്നും അവസരങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ല, നമ്മളങ്ങനെ പോകുന്നില്ല. പോകുന്നവരുണ്ടല്ലോ ഇഷ്ടം പോലെ. 3 വ്രതവും തെറ്റിച്ച് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ലെവലിൽ വരെ എത്തിയിട്ടുള്ള. സത്യത്തിൽ ഇതൊക്കെ മേലേക്ക് അറിയുന്നുണ്ടല്ലോ, എന്നിട്ടും അവിടുന്ന് ഒരു നടപടിയോ കാര്യങ്ങളോ അത് മൗനമായിട്ട് അനുവദിച്ചു കൊടുക്കുക തന്നെയാണ്. ഈ എൻ്റെ ബാംഗ്ലൂർ ഇവന്റ് ഞാൻ ഒരു സിസ്റ്ററോടും പിന്നെ അന്ന് കൺഫെഷന് വന്ന ഒരു അച്ഛനോടും മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. അച്ഛൻ ചോദിച്ചു എന്തെങ്കിലും സംഭവിച്ചോ? അപ്പം നമ്മൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ സിസ്റ്റർ പ്രോൺഷാളമ്മയൊന്നും അറിയിക്കേണ്ട, വെറുതൊന്നും തെറ്റിപ്പോയിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ അത് അന്ന് അറിഞ്ഞിട്ടില്ല. എൻ്റെ അമ്മൻ വായിച്ചതിന് ശേഷവും അവരറിഞ്ഞിട്ടുണ്ടാവുക. സിസ്റ്ററിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. ഒരു ലെസ്ബിയൻ റിലേഷൻഷിപ്പ് ഞാൻ എഴുതിയിട്ടുണ്ട്. ആ സിസ്റ്റർ മരിച്ചു പോയി. പക്ഷേ ആ സിസ്റ്ററിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. ആ സിസ്റ്റർ പലരെയും സമീപിച്ച് പലരുടെ കൂടെയും ജീവിച്ചിട്ടുണ്ട്. അവസാനമാണ് എൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. അവസാനമല്ല, മരണത്തിൻ്റെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്. സത്യത്തിൽ അവിടെ വന്ന് പെടുകയും ഇത്തരം ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായും കൊണ്ട് തന്നെ ആയിരിക്കാം അവർ മഠത്തിലേക്ക് വരുന്നത്. അങ്ങനെ വരികയും അത്തരം ആഗ്രഹങ്ങൾ അവർക്ക് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് എന്താ പറയുക, തെറ്റാണോ? അത് സമൂഹത്തിന്റെ മുന്നിലേക്ക് അവരങ്ങനെ ഒരു ചിത്രം കൊടുക്കുന്നത് കൊണ്ട് അത് തെറ്റാവുകയാണ്. മനുഷ്യരെന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ആ പ്രണയവും ആ ആഗ്രഹവും, ഇനിയിപ്പോ അവർക്ക് സെക്സിനോടുള്ള ഒരു ആഗ്രഹമാണെങ്കിൽ പോലും തെറ്റാന്ന് പറയാൻ പറ്റുമോ? അത് മനുഷ്യരല്ലേ. അതിനോട് ആഗ്രഹം ഇല്ലാത്തൊരു സിസ്റ്ററെ ഉപയോഗിക്കുമ്പോ അവിടെ ഒരു തെറ്റ്, അത് തെറ്റാണ്. അതാണ് പറഞ്ഞത്. നിർബന്ധിക്കപ്പെടുമ്പോ, വേറൊരാൾ അതിന് നിർബന്ധിക്കപ്പെടുമ്പോ അങ്ങനെയാണ്. അതിനോട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിനോട് സഹകരിച്ചാൽ നമുക്കത് എഴുതിത്തള്ളാം. അതെ, അതാ ഞാൻ പറയുന്നത്. അതിപ്പോ മഠത്തിലായാലും അതിനുള്ളിലുള്ളവർക്ക് അറിയാലോ, അതിനുള്ളിലെ വിശുദ്ധിയും അതിനുള്ളിൽ എന്താ നടക്കുന്നതെന്നും അവിടെ ആളുകൾ സാധാരണ മനുഷ്യർ തന്നെയാണെന്നും അതിനുള്ളിലുള്ളവർക്ക് അറിയുമ്പം അവിടെ അത് നടക്കുന്നു എന്നുള്ളത് ഞാൻ പറയുന്നത് എല്ലാവരുടെയും ഇഷ്ടത്തോടെ. ഇപ്പോൾ ഒരു സിസ്റ്റർക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഒരു പിന്നെ ഫാദറിന് ഇഷ്ടമാണെങ്കിൽ അത് നടക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ നിർബന്ധിക്കപ്പെടുമ്പോ അപ്പം രീതിയിൽ അവിടെ ഞാനിതൊന്നും ആഗ്രഹിച്ച് ചെല്ലുന്നതല്ലോ. പിന്നെ അങ്ങനെ ഇഷ്ടമുള്ള ഇതൊക്കെ പണ്ട് രാജാവിൻ്റെ കാലത്ത് രാജാവും അസിസ്റ്റന്റും തമ്മിൽ ഇങ്ങനെ ബന്ധം ഉണ്ടായിരുന്നു എന്നും ഭാര്യ പിണങ്ങിയിട്ടുണ്ടെന്നും നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും തുറന്ന് സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ഇപ്പോഴാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ അന്നൊക്കെ നമുക്കിത് ചിന്തിക്കുമ്പോൾ ഇത് നമ്മൾ കേട്ടിരിക്കുന്നത് പാപമാണ്, അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഈവൻ മാസ്റ്റർബേഷൻ വരെ പാപമാണ്,
10 പ്രാവശ്യം പോയി കുമ്പസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ അന്ന് ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ഔട്ട്ലെറ്റാണ്, മാനുഷികമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഇന്ന് നമ്മളത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് ചെയ്തോട്ടെ, നമുക്ക് വിരോധമില്ല എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇവിടെ നിർബന്ധിക്കപ്പെടുന്നതാണ് ഒരു പ്രശ്നം. 2, ഞാനിങ്ങനെ എഴുതി എല്ലാ ആശ്രമവാതിലുകളും തുറക്കട്ടെ എന്ന് ഒരു FB പോസ്റ്റ് പോലെ ഇട്ടു. അതായത് അതിൻ്റെ ഉള്ളിൽ അത് പാപവും ആണ്, ക്രൈമും ആണ്. ക്രൈം പുറത്തിപ്പോൾ ക്രൈമല്ല, അതിനകത്ത് പാപവും ക്രൈമുമായി നിൽക്കുന്നു. ഇപ്പൊ പുറത്ത് ക്രൈമല്ല, എന്നാൽ പിന്നെ അവരൊക്കെ പുറത്തിറങ്ങട്ടെ, ആശ്രമവാതിൽ തുറക്കട്ടെ. അപ്പം അറ്റ്ലീസ്റ്റ് അവർക്ക് പുറത്ത് പിന്നെ സിന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, അപ്പോൾ അവർ സ്വതന്ത്രരായി ജീവിക്കട്ടെ എന്ന് ഞാനൊരു പോസ്റ്റ് ഇട്ടത് ഇപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ ഞാൻ ഓർക്കുകയാണ്. അവിടെ അകത്ത് ഞങ്ങൾക്ക് സിന്നും ക്രൈമും കൂടിയായി മാറി ഇരിക്കുകയായിരുന്നു. പുറത്ത് എന്തായാലും സിന്നെന്ന് പറഞ്ഞിട്ട് ആരും കൊണ്ടുപോയി ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഞാൻ പറയാണ്, ഫ്രാങ്കോ ബിഷപ്പിനെ എന്തുകൊണ്ടാണ് കോടതി വെറുതെ വിട്ടെ? ബിക്കോസ് ഇറ്റ് ഈസ് കോൺസെൻഷ്വൽ സെക്സ്, ഉഭയസമ്മതപ്രകാരം അവർ ചെയ്തതാണെന്ന് അങ്ങനെയാണ് അവർക്ക് കോടതിക്ക് മനസ്സിലായത്. അതുകൊണ്ട് പുറത്തു വിടണം. അപ്പോൾ ഇനി ആ പന്ത് ഏത് കോർട്ടിലാണ്? സഭയുടെ കോർട്ടിലാണ്. സഭ പറയട്ടെ, ബ്രഹ്മചര്യവ്രതം തെറ്റിച്ചാലും ബിഷപ്പിന് ബിഷപ്പായി തുടരാം, കന്യാസ്ത്രീയായി തുടരാം. ആ അനുവാദമൊന്നും ജനത്തിനും കൊടുക്ക്, വിശ്വാസികൾക്കും കന്യാസ്ത്രീകൾക്കും അച്ഛന്മാർക്കും കൊടുക്ക്. അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയുകയാണെങ്കിൽ ഈ ബിഷപ്പ് ശിക്ഷിക്കപ്പെടണം, കന്യാസ്ത്രീ ശിക്ഷിക്കപ്പെടണം ഉഭയസമ്മതപ്രകാരമാണെങ്കിൽ. കോടതി വെറുതെ വിട്ടത് അത് പറഞ്ഞിട്ടാ. അപ്പം ഞങ്ങളെ പഠിപ്പിച്ചത് എന്താണ്? ബ്രഹ്മചര്യവ്രതം തെറ്റിക്കരുത് എന്ന്. ബിഷപ്പിനെ തെറ്റിക്കാം, മദറിനെയും തെറ്റിക്കാം, പുറത്താളുകൾക്കും തെറ്റിക്കാൻ പാടില്ല കേട്ടോ. അവർ ഭാര്യയോട് വിശ്വസ്തനായിരിക്കണം, അല്ലെങ്കിൽ ഭർത്താവിനോട് വിശ്വസ്തയായിരിക്കണം. വേറെ പെണ്ണിൻ്റെ അടുത്തും പോകാൻ പാടില്ല. ഇതല്ലേ വേറെ പെണ്ണിൻ്റെ അടുത്തല്ലേ പോയേ, അങ്ങോരെ ഭാര്യയുടെ അടുത്തേക്കല്ലല്ലോ പോയേ. അപ്പം ഇതൊക്കെ ചോദ്യങ്ങളും ഇപ്പോഴും വായുവിൽ നിൽക്കുന്നുണ്ട്. ഇതൊന്നും കോടതി വെറുതെ വിട്ടു എന്നൊന്നും പറയാൻ പറ്റില്ല. അത് മാർപ്പാപ്പയ്ക്ക് മനസ്സിലായതുകൊണ്ടാണ് അങ്ങോരെ വേഗം മാറ്റിയിട്ട് എമരിറ്റസ് പദവിയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറക്കി വിട്ടത്. എന്തായാലും സിസ്റ്റർ അന്ന് ഇറങ്ങിക്കഴിഞ്ഞു. സിസ്റ്റർ ഉണ്ടാക്കിയത് ഒരു വിപ്ലവമായിരുന്നു. സ്വാഭാവികമായും സിസ്റ്റർക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും, നല്ല എനിക്ക് തോന്നുന്നു മിക്കവാറും പലരും ക്ഷണിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു ക്ഷണം എനിക്ക് ഡയറക്റ്റായിട്ട് എന്നെ വിളിച്ചത് CPI-ക്കാരാണ്. അത് രാജാജി മാത്യു തോമസ് എന്നെ 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: സന്യാസത്തിൽ ചെയ്യാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സേവനം ഈ രാഷ്ട്രീയ രംഗത്ത് സിസ്റ്റർക്ക് ചെയ്യാൻ പറ്റും. സിസ്റ്റർ ജീവിതം അങ്ങനെ സാമൂഹ്യ സേവനത്തിനായിട്ട് ഒഴിഞ്ഞു വെച്ച ഒരാളായതുകൊണ്ട്, ദൈവത്തിന് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി എന്നൊക്കെ ഉള്ളത് കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നത് ഈ രാഷ്ട്രീയത്തിലാണ് എന്ന് പറഞ്ഞു വിളിച്ചിരുന്നു. പക്ഷെ എനിക്കതിൽ വലിയ വിശ്വാസം പോരാ. കാരണം എന്നെ എന്താണ് മറ്റേ വനിതാ കമ്മീഷൻ പിറ്റേ ദിവസം എന്നെ കാണാൻ വന്നിട്ട് എനിക്ക് 2 ജോലിയാണ് ഓഫർ ചെയ്തത്. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്. അതായത് ഒരു പദവിയിൽ എല്ലാ വീടുകളും സന്ദർശിക്കാൻ, അങ്ങനത്തെയൊക്കെ ചെയ്യണം. കമ്മീഷൻ നിശ്ചയിക്കുന്ന പദവി, പ്രിൻസിപ്പൽ തസ്തികയിൽ കിട്ടിയെന്ന അതേ ശമ്പളം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടാണ് പറഞ്ഞത്. അപ്പം അതൊരു രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. അത് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പം തന്നെ ഞാൻ ആശയുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ 2 പദവിയും എനിക്ക് താല്പര്യമില്ല. കാരണം ഇത് രാഷ്ട്രീയമാണ്. കാരണം അന്ന് LDF സർക്കാരാണ്. അവരിറങ്ങിക്കഴിയുമ്പോൾ എന്നെ തട്ടും, അടുത്ത ആൾ വരും. പിന്നെ അവരുടെ നിയന്ത്രണത്തിൽ ഇത് മറ്റൊരു മഠം. ഇതാണ് നമ്മളോട് ഷേക്സ്പിയറിൻ്റെ ടെമ്പസ്റ്റിലെ കാലിബനോട് പ്രോസ്പെരോ പറഞ്ഞത്. കാലിബൻ പ്രോസ്പെരോയുടെ അടിമത്തത്തിൽ നിന്ന് മാറിയിട്ട് വേറെ സ്റ്റെഫാനോൻ്റെയും മറ്റേ പയ്യൻ്റെയും അടിമത്തത്തിലേക്ക് പോവാണ്. ഫ്രീഡം ഇസ് നോട്ട് ചേഞ്ച് ഓഫ് ലീഡർഷിപ്പ്. അത് അവിടെ ചെന്നിട്ട് അവിടെ അടിമയാവാണ്. ഈ ഒരു മണ്ടത്തരം ചെയ്യാതിരിക്കാനാണ് ഞാൻ മറ്റ് കോൺഗ്രിഗേഷനുകളിൽ പോവാതിരുന്നതും ഒരു പ്രസ്ഥാനത്തിലും പോവാതിരുന്നതും ഇപ്പോഴും ഏക വ്യക്തിയായി നിൽക്കുന്നതും. ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് അവാർഡുകൾ കിട്ടിയേനെ. എൻ്റെ ബുക്കുകൾ 9 ഏതെങ്കിലും ഒന്നിന് ഒരു അവാർഡ് ഉറപ്പാണ്. അവാർഡുകൾ കിട്ടിയേനെ, എനിക്ക് സ്ഥാനമാനങ്ങൾ കിട്ടിയേനെ, ഞാൻ ഇതിനേക്കാൾ പ്രശസ്തയായേനെ. പക്ഷേ അതോടൊപ്പം തന്നെ എൻ്റെ ഫ്രീഡം പോയി. ഇതാണ് മലയാളി ഹൗസിലേക്ക് എന്നെ വിളിച്ചപ്പോൾ എൻ്റെ കോൺട്രാക്റ്റ് വരെപ്പോഴും എൻ്റെ ഇരിക്കണം. ആദ്യത്തെ കോൺട്രാക്റ്റ് എഴുതപ്പെട്ട് കിട്ടിയത് എനിക്കാണ്. അവർ മുംബൈയിൽ നിന്നാണ് വന്നിട്ട് ഞാനുമായി സംസാരിച്ച് ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അവസാനം എല്ലാവരും എന്നെ നിർബന്ധിച്ചു, സിസ്റ്റർക്ക് ലോകത്തോട് മുഴുവൻ സംസാരിച്ചുകൂടെ, അതിനുള്ള അവസരമല്ലേ എന്ന്. ഇത്ര വെളിപ്പാവും എന്നുള്ളത് ദൈവം എന്നോട് മുൻകൂട്ടി പറഞ്ഞതുകൊണ്ട് ഞാൻ ആലോചിച്ചപ്പോൾ ഞാനൊരാഴ്ച ക്യാമറ കോൺഷ്യസ് ആയിട്ട് കിടന്നു. എൻ്റെ ഉടുപ്പ് പൊന്തുണു,
ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് തിരിയണു, ഞാൻ ബാത്റൂമിലേക്ക് എനിക്ക് പോകണു, ഞൊണ്ടി പോകണു, ഇതൊക്കെ ക്യാമറയിൽ പെടില്ലേ എന്ന് വെച്ചാൽ ഒരാഴ്ച ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് ശ്വാസം മുട്ടാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഇറങ്ങിയിട്ട് ഇത്ര ദിവസമായിട്ടുള്ളൂ, ഈ 100 ദിവസം ചെയ്യുന്ന ഇവർ കട്ടെടുത്താലേ എൻ്റെ ഫ്രീഡം ഇല്ലാത്ത 100 ദിവസം, മറ്റുള്ളവരുടെ ക്യാമറകളിൽ പെടുന്ന 100 ദിവസം. അപ്പം ഞാൻ രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗവും ഇല്ലാണ്ടായി. കാരണം എൻ്റെ കോൺട്രാക്റ്റൊക്കെ ആയിക്കഴിഞ്ഞു. അപ്പം ഞാൻ അറിഞ്ഞു കൽപ്പനേനെ വിളിച്ചിട്ടുണ്ട്. അന്നത്തെ സെറ്റല്ലാട്ടോ പിന്നെ പോയത്. അപ്പോൾ കൽപ്പനേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൽപ്പനയ്ക്ക് അന്ന് ഡിവോഴ്സ് കേസ് നടക്കുമായിരുന്നു. അപ്പോൾ കൽപ്പന പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് കോടതിയിൽ വിളിച്ച പോണ്ടി വരുന്നു. അപ്പോൾ അത് അവർക്ക് അവിടെ നിന്ന് വിടാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അങ്ങനെ കൽപ്പനനെ ഒഴിവാക്കിയെന്ന് ഞാൻ അറിഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു എനിക്കൊരു കള്ളക്കേസ് വന്നിട്ട് എൻ്റെ അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ്റെ കേസ് നടക്കുന്നുണ്ട്, എന്നെയും കോടതിയിൽ വിളിച്ചാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോരേണ്ടി വരുന്നൊരു അതേ നാണയത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ അവരെന്നെ വിട്ടു തന്നു. അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പദവിയും കാര്യങ്ങളും, ഈവൻ വിമല കോളേജിലെ എന്നെ സ്നേഹിക്കുന്ന ഒരു മിസ്സ് എന്നും പറയും, ലക്ഷ്മി നീ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു MLA ഒക്കെ ആയിട്ട് ഈ സിസ്റ്റർമാരൊക്കെ ഒന്ന് ഒരു ഒപ്പ് മേടിക്കാനൊക്കെ വന്ന് നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ട് എനിക്ക് മരിക്കാൻ പറ്റുമോ? അവരാഗ്രഹിക്കുകയാണ്. ഞാൻ ഏതെങ്കിലും ഒരു ടോപ്പിലേക്ക് എത്തണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എത്തിയിട്ടില്ല. എനിക്ക് വേണ്ട, എൻ്റെ സ്വാതന്ത്ര്യം ബലി കഴിച്ചിട്ട് എനിക്ക് ഒരു സ്ഥാനവും വേണ്ട, ഒരു സന്തോഷവും വേണ്ട, ഒരു പദവിയും വേണ്ട, ഒരു അവാർഡും വേണ്ട. ഈ കന്യാസ്ത്രീകളാവാൻ പോകും ഇപ്പോഴും വരുന്നുണ്ടല്ലോ മഠത്തിലേക്ക് പെൺകുട്ടികൾ. അങ്ങനെ വരുന്ന പെൺകുട്ടികളോട് എന്താണ് സിസ്റ്റർക്ക് പറയാനുള്ളത്? അറിഞ്ഞുകൊണ്ട് മക്കളെ റെയിൽ പാലത്തിൽ തലവെച്ച് കൊടുക്കല്ലേ. നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന ഒരുപാട്, ഇന്ന് ഇറ്റ് ഈസ് പോസിബിൾ. ഒറ്റയ്ക്ക് ജീവിച്ച് സേവനം ചെയ്യാൻ ഇന്ന് പോസിബിളാണ്. ഞാൻ ഇറങ്ങുന്ന ആ കാലഘട്ടത്തിൽ ഒരാളെയും വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്തില്ല, സമ്മതിക്കില്ല, കെട്ടിച്ചു കൊടുക്കുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ മടത്തിക്കൊണ്ടെന്നാക്കും. ഇന്നത് പറ്റും. ഇന്ന് ഒറ്റയ്ക്ക് ജീവിക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്ന, പെൺകുട്ടികൾക്ക് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ആവശ്യമില്ലാതെ ഈ 3-ാം പാതയിലേക്ക് നിങ്ങൾ വന്നു. അതാണ് എൻ്റെ ഉപദേശം. ദയവ് ചെയ്ത്, കാരണം ഈ സംഘാത സന്യാസം വളിച്ച് പുളിച്ച് നശിച്ചു. ഇനി ആദ്യം തുടങ്ങിയിട്ട് വേണം. അപ്പോൾ അതുവരെ ഏകാന്ത സന്യാസമാണ് ഇനി നല്ലത്.